ഹരേ കൃഷ്ണ. ഭഗവാന്റെ അനുവാദത്തോടു കൂടി, രാധാറാണിയുടെ അനുവാദത്തോടു കൂടി ഞാൻ എൻ്റെ ചെറിയൊരു പ്രഭാഷണം ആരംഭിക്കുകയാണ്. ഈ ഒരു സ്റ്റേജിൽ, അതായത് വളരെ മഹത്തായ വ്യക്തികളൊക്കെ, അതായത് നൃത്തമായാലും സംഗീതമായാലും എന്തെങ്കിലും ഒക്കെ പ്രോഗ്രാംസ് ആയിട്ട് നടത്തുന്ന ഈ സ്റ്റേജിൽ എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് ഞാൻ ഗുരുവായൂരപ്പനോട് നന്ദി പറയുന്നു, രാധാറാണിയോട് നന്ദി പറയുന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഈ ഗുരുവായൂർ പ്രഭാഷണം ചെയ്യുന്നതിനെ പറ്റിയിട്ട് എന്ത് ടോപ്പിക്, അതായത് ഭഗവത്ഗീതയെക്കുറിച്ചുള്ള 2 ചാപ്റ്റേഴ്സ് പറയാമെന്ന് വിചാരിച്ചപ്പോൾ ഭഗവത്ഗീത മാത്രം പറഞ്ഞാൽ മതിയോ? രാധാറാണിയെ പറ്റി ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ ഒരു അമ്പലത്തിൽ, ഒരു ദേവീക്ഷേത്രത്തിൽ നവരാത്രിയായിട്ടനുബന്ധിച്ച് രാധാറാണിയെക്കുറിച്ചിട്ടൊരു പ്രഭാഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ശരിക്കും ഗുരുവായൂർ പറയാൻ വെച്ചിരുന്ന ഒരു ടോപ്പിക്കായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു ഭഗവാന്റെ കൃഷ്ണൻ്റെ ക്ഷേത്രമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന സമയത്ത് ഭഗവാനോട് തന്നെ ചോദിച്ചു, കണ്ണ, ഞാൻ രാധാറാണിയുടെ കാര്യം ഗുരുവായൂർ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണോ, അതോ ഞാൻ ഭഗവത്ഗീത മാത്രം 2 ചാപ്റ്റേഴ്സ് എന്തെങ്കിലും മാത്രം പറഞ്ഞാൽ മതിയോ എന്ന് ഞാനിങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെയുള്ള എല്ലാ ഭക്തർക്കും ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ വളരെ ഒരു സ്പെഷ്യലായിട്ടൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കണ്ണനോട് ഇത് ചോദിക്കുന്ന സമയത്ത് എൻ്റെ ഡ്രസ്സിലൊരു ദുപ്പട്ടയിൽ ഒരു ചെറിയ ഒരു മണി പോലെ, കുഞ്ഞൊരു മണി പോലെ, ഗുങ്കുരു എന്ന് പറയും, അങ്ങനത്തെ ഒരു കിലുങ്ങുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അതിൽ നിറയെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരെണ്ണം പെട്ടെന്ന് ഇളകി പടിയിൽ വീഴുകയും, അങ്ങനെ മണി വീഴുന്ന പോലെ കണ്ണൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പടികളിൽ ഇങ്ങനെ അത് തട്ടി വീണു. വളരെ നിശബ്ദമായിട്ടുള്ളൊരിതായിരുന്നു. അപ്പം ഞാൻ ഉറപ്പിച്ചു, ഭഗവാനെ രാധാറാണിയെ പറ്റി പറയുന്നത് കേൾക്കാനാണ് താല്പര്യം, ഭഗവത്ഗീതയുടെ കൂടെ തന്നെ. അപ്പോൾ ഞാൻ രാധാറാണിയെ പറ്റി തന്നെ പറഞ്ഞ് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾക്കെല്ലാവർക്കും അറിയാം, രാധാറാണി, അതായത് രാധാറാണിയും കൃഷ്ണനും എന്ന് പറയുമ്പോൾ അവർ ഒരേ ആത്മാവിൻ്റെ, അതായത് ഒരേ പരമാത്മാവിൻ്റെ രണ്ട് ഭാവങ്ങളാണ് കണ്ണനും രാധയും. അതായത് ഋഗ്വേദം പറയുന്നത് ഏകം ജ്യോതിർ അഭൂത് ഭേദോ രാധാ മാധവ രൂപകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ആത്മാവിൻ്റെ 2 ഭാവം തന്നെ കണ്ണനും രാധയും. അപ്പോൾ അതായത് നമ്മൾ പവർ ആൻഡ് പവർഫുൾനെസ് എന്ന് പറയും, അതായത് ഊർജവും ഊർജ്ജ സ്വഭാവവും. അതായത് ഊർജ്ജസ്വം, അതായത് നമ്മൾ ഭഗവാനെ സർവശക്തനായ ഈശ്വരൻ എന്ന് കണ്ണനെ പറയുമ്പോൾ, അതായത് പരമാത്മാവിനെ പറയുമ്പോൾ അതിൽ ഊർജ്ജ സ്വഭാവത്തിൻ്റെ ഊർജ്ജമാണ് രാധാറാണി. ഇപ്പോൾ നമ്മൾ ശക്തി എന്ന് പറയുമ്പോൾ, അതായത് ഈ ശക്തി വരുന്നത്, അതായത് എനർജി ആൻഡ് ഡൈനമിക്സ് എന്ന് പറയും, അതിലെ രാധാറാണി ആദി പരാശക്തിയാണ്. രാധാറാണി ആദി ലക്ഷ്മിയാണ്. രാധാറാണി. ഇപ്പോൾ രാധ എന്ന് പറയുന്ന വാക്ക്, അതായത് തുച്ഛമായ മനുഷ്യജന്മങ്ങളാണ് നമ്മളെല്ലാവരും. അങ്ങനെ തുച്ഛമായ മനുഷ്യജന്മമുള്ള നമ്മൾക്ക് രാധ എന്ന് പറയുന്ന നാമം ജപിക്കാനുള്ള ഒരു അവകാശം, അല്ലെങ്കിൽ അതിനുള്ള ഒരു അർഹത പോലും നമുക്ക് തുച്ഛമായ മനുഷ്യജന്മമായ നമ്മൾക്ക് ഇല്ല. കാരണം രാധ എന്ന് പറയുന്ന രാമത്തിലെ രാ എന്ന് പറയുമ്പോൾ രമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാലക്ഷ്മി. അതിൽ ആ എന്ന് പറയുന്നത് വിരജാ നദിയിൽ നിന്നാണ്. ആ എന്ന് പറയുന്ന അകാരം, രാധാറാണിയുടെ പേരിലെ ആ എന്ന അകാരം വിരജാ നദിയിൽ നിന്ന് വന്നാണ്. എന്താണ് വിരജാ നദി? കുറച്ച് പേരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ ഭൗതികമായ ലോകത്ത്, നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പം നമ്മളുടെ ഭൗതിക ലോകത്തിൽ നിന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു നദീ സങ്കല്പമുണ്ട്, അതാണ് വിരജാ നദി. അപ്പോൾ ഈ വിരജാ നദി താണ്ടിയാലേ, അതായത് ഭൗതിക ലോകത്തിൽ നിന്ന് ജീവാത്മാക്കൾക്ക് വിരജാ നദി താണ്ടിയാൽ മാത്രമേ ആധ്യാത്മിക ലോകത്തിൽ എത്താൻ കഴിയുള്ളൂ. അപ്പോൾ വിരജാ നദി താണ്ടണമെങ്കിൽ രാധാറാണിയുടെ അനുഗ്രഹമില്ലാതെ ഒരു ജീവാത്മാവിനും വിരജാ നദി താണ്ടി ആധ്യാത്മിക ലോകത്തിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ അതാണ് രാധയുടെ ആകാരം, രാധാറാണിയുടെ. അപ്പോൾ ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാരം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ധ വന്നിരിക്കുന്നത്. ആധാരം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മളെല്ലാവരും ഭൂമിയിൽ നിൽക്കുന്നു, അതുപോലെ ഉപരിലോകങ്ങളുണ്ട്, താഴോട്ട്, അതായത് ഭൂമി കഴിഞ്ഞ് താഴോട്ടും 7 ലോകങ്ങളുണ്ട്, മേളിലോട്ടും 7 ലോകങ്ങളുണ്ട്. അപ്പോൾ ഈ ലോകങ്ങളിലെല്ലാം ഉള്ള ജീവാത്മാക്കൾക്ക്, അതായത് നമ്മൾ ഭൂമിയുടെ വസ്തുക്കൾ കൊണ്ടാണ് നമ്മൾ മനുഷ്യരെ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് 24 മൂലകങ്ങൾ വെച്ചിട്ടാണ് ഹ്യൂമൻ ബോഡി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഹ്യൂമൻ ബോഡി, അതായത് നമ്മൾ കെമിസ്ട്രിയിൽ എലമെന്റ്സ് ഒക്കെ പഠിക്കും, അതുപോലെ 24 മൂലകങ്ങൾ വെച്ചിട്ടാണ്, അതായത് ഭൗതികപരമായിട്ട് നമ്മൾ ഭൂമിയിൽ ജനിച്ചത് കൊണ്ട് ഭൂമിയുടെ തന്നെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് മനുഷ്യ ശരീരം ഉണ്ടായിട്ടുള്ളത്.
അപ്പോൾ രാധാറാണിയുടെ അപ്പം ആധാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇവിടെ നമ്മൾ ഭൂമിയിൽ ഇങ്ങനെ ഗ്രാവിറ്റേഷണൽ, അതായത് ഗുരുത്വാകർഷണ ബലം കൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ചവിട്ടി നിൽക്കുന്നു. അപ്പം നമ്മൾക്ക് നിൽക്കാനായിട്ടുള്ള ഒരു സ്ഥലം വേണം, അല്ലെ, ഒരു മീഡിയം വേണം. അപ്പം അതാണ് ആധാരം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരം എന്നുള്ള അർത്ഥത്തിലാണ് ധ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാധാറാണിയെ പറ്റി പറയുമ്പോൾ രാധ എന്ന് പറയാനുള്ള പേര് പറയാൻ പോലും നമുക്ക് അർഹതയില്ല. കാരണം ഇപ്പം ഭഗവാനെ പറ്റി എല്ലാവർക്കും അറിയാം, ഭഗവാൻ വളരെ കരുണാമയനാണ് കണ്ണൻ. കാരണം ഇപ്പം കണ്ണൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കണ്ണൻ ഇപ്പം നമുക്കൊരു 5% കണ്ണനോട് സ്നേഹം ഉണ്ടെങ്കിൽ നമുക്കതൊരു 10,000 മടങ്ങായിരിക്കും കൃഷ്ണന് നമ്മളോട് സ്നേഹം ഉണ്ടാകും. പക്ഷേ രാധാറാണിക്ക് എങ്ങനെയാണ്? നമ്മളൊരു 5% സ്നേഹം നമുക്ക് രാധാറാണിയോട് അല്ലെങ്കിൽ ഭക്തി തോന്നുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് മടങ്ങായിരിക്കും തിരിച്ച് രാധാറാണി. അതായത് കരുണ എന്ന് പറയുന്ന ഭാവത്തിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ഫോം അല്ലെങ്കിൽ എക്സ്ട്രീം ഫോം ആണ് രാധാറാണി. കണ്ണന് കരുണയുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കണ്ണൻ്റെ കരുണയെക്കാട്ടിലും 10 മടങ്ങ് കരുണാമയിയാണ് രാധാറാണി. അതുപോലെ കണ്ണനെക്കാട്ടിലും വളരെ വളരെ ശക്തിശാലിയാണ് രാധാറാണി. കണ്ണൻ്റെ ശക്തികളെല്ലാം വരുന്നത് രാധാറാണിയിൽ നിന്നാണ്. അതായത് ഭഗവാന്റെ പ്രകൃതി ശക്തി, അതായത് ഭഗവാന്റെ അന്തരംഗ ശക്തിയായ ഹ്ലാദിനി ശക്തിയിൽ നിന്നാണ് രാധാറാണി ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഹ്ലാദിനി ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ, അതായത് പരമാത്മാവിൻ്റെ ഭാവത്തിൽ, അതായത് ആ ആത്മാവിൻ്റെ സന്തോഷകരമായ എല്ലാ ശക്തിയും കൂടി ചേർന്നിട്ടുള്ള ഒരു ശക്തിയാണ് ഹ്ലാദിനി ശക്തി എന്ന് പറയുന്നത്. അപ്പം രാധാറാണി എപ്പോഴും പ്ലസൻ്റ് ആണ്, അതായത് രാധാറാണി എപ്പോഴും സന്തോഷവതിയായിട്ടാണ്. കാരണം നമ്മളിപ്പോൾ വൃന്ദാവനത്തിലെ രാജകുമാരിയാണ് രാധാറാണി. ഇപ്പോൾ വൃന്ദാവനത്തിൽ നമുക്കറിയാം, വൃന്ദാവനത്തിലെ ബ്രജവാസികൾ പറയും അവർക്ക് അവിടെയുള്ള ഈ മുനിമാരോ അല്ലെങ്കിൽ അവിടെയുള്ള ഈ സത്സംഗം പറയുന്ന ആളുകളോ അങ്ങനെ സ്വാമിമാരോ അവർക്കൊക്കെ രാധാറാണി എന്ന് പറയുന്ന ടോപ്പിക്ക് പറയാൻ ഒരു ഭയമാണ്. എന്തുകൊണ്ടായിരിക്കും രാധാറാണിയെ പറ്റി പറയാൻ അങ്ങനെയുള്ള ഒരു ഭയം വരുന്നത്? കാരണം ഈ രാധാറാണിയെ പറ്റി നമ്മൾ ആരോടെങ്കിലും ഭക്തരോട് പറയുന്ന സമയത്ത് അത് അതിൻ്റെ ഭാവത്തിൽ തന്നെ എടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് കേൾക്കുന്ന ആളുകൾ അതിൻ്റെ ഭാവത്തിൽ തന്നെ ആ ഒരു രാധാറാണിയുടെ ഭാവം എടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആള് രാധാറാണിയോടും ഭഗവാനോടും ചെയ്യുന്ന ഒരു പാപമായിട്ടാണ് വൃന്ദാവന വ്രജവാസികൾ കരുതുന്നത്. അപ്പോൾ രാധാറാണിയുടെ ടോപ്പിക്ക് അങ്ങനെ വളരെ റെയറായിട്ടേ ആളുകൾ പറയുള്ളൂ. കാരണം നമ്മൾക്ക് ഭൗതികപരമായ ബുദ്ധിയാണ്, നമ്മളുടെ ബുദ്ധി മാനുഷികപരമായ ബുദ്ധിയാണ് നമുക്ക്. അപ്പം നമ്മളത് എന്ത് കേട്ടാലും നമ്മളുടെ ബുദ്ധിക്കനുസരിച്ച് മാത്രമേ നമ്മളൊരു കൺക്ലൂഷനിൽ എത്തത്തുള്ളൂ. പക്ഷേ നമ്മളുടെ ബുദ്ധിക്കനുസരിച്ച് അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തുമ്പോൾ തെറ്റായിട്ടുള്ളൊരു ധാരണ രാധാറാണിയെ പറ്റി വരാൻ സാധ്യതയുള്ളതുകൊണ്ട് കഴിവതും ബ്രജവാസികൾ രാധാറാണിയെ പറ്റി പറയാറില്ല. അപ്പോൾ ഈ രാധാറാണിയുടെ ജനനമായി ബന്ധപ്പെട്ട് ബ്രജവാസികൾ പറയുന്ന രാധാറാണിയുടെ ജനനം നടന്നത് വെളുപ്പിന് 4:40 AM രാധാറാണി ബർസാനയിൽ ജനിക്കുന്നത്. അപ്പോൾ രാധാറാണിയുടെ അമ്മയായ കീർത്തിദാ ദേവി വർഷങ്ങളായിട്ട് യമുനാ നദിയോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു മകളെ കിട്ടാൻ വേണ്ടി വർഷങ്ങളായിട്ട് യമുനാ നദിയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവരും വിചാരിക്കും, എങ്ങനെയാണ് ഒരു നദിയോട് പ്രാർത്ഥിച്ചാൽ എങ്ങനെയാണ് അങ്ങനെയൊക്കെ നടക്കുന്നത്? അതായത് നമ്മളെല്ലാവരും ഇപ്പോൾ കലിയുഗത്തിലാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പ്രഭാഷണം പറയുമ്പോഴായാലും എന്നോട് പലരും ചോദിക്കും ഇതിലെ സയൻസ് എവിടെയാണ്? കാരണം ഭഗവത്ഗീത വായിച്ചിട്ടുള്ളവരായിരിക്കണം ഇവിടെ ഇരിക്കുന്നവർ. അപ്പോൾ ഭഗവത്ഗീത നിറയെ സയൻസാണ്. കാരണം ഭഗവാൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊള്ളുന്ന ശക്തിയായ ഭഗവാൻ കൃഷ്ണൻ. അപ്പോൾ കണ്ണനെ പറ്റി അറിയുക എന്ന് പറയുന്നത് നമ്മൾ യൂണിവേഴ്സിനെ പറ്റി, അതായത് നമ്മളുടെ എല്ലാ പ്രപഞ്ചങ്ങളെ പറ്റി അറിയുന്നതിന് തുല്യമാണ്. അപ്പോൾ ആ പ്രപഞ്ചങ്ങളെ പറ്റി അറിയുന്ന ഒരു ശാസ്ത്രം എന്ന് പറയുമ്പോൾ അത് സയൻസാണ്. അതാണ് സൂപ്പർ സയൻസ്, അതാണ് ഏറ്റവും വലിയ ശാസ്ത്രം. നമ്മൾക്ക് ഭൗതികപരമായ ബുദ്ധിയിൽ നമ്മളുടെ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ യുക്തി വെച്ചിട്ട് പറയും ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് വെച്ചാൽ നമ്മൾക്കറിയില്ല, നമ്മൾ കാണുന്നില്ല എന്ന് വെച്ചിട്ട് ഇത് സത്യമല്ല എന്ന് പറയാനുള്ള ഒരു അവകാശവും നമുക്കില്ല. അങ്ങനെ 4:40 ബ്രഹ്മമുഹൂർത്തത്തിലാണ് രാധാറാണി ജനിച്ചത്. അപ്പോൾ അതായത് ഒരു താമര പൂവിലായിരുന്നു രാധാറാണിയെ കീർത്തിദാ ദേവിക്ക് കിട്ടിയത്. ഗോൾഡൻ യെല്ലോ കളറുള്ള ഒരു ഭയങ്കര ഐശ്വര്യമുള്ള ഒരു ബേബി ആയിരുന്നു രാധാറാണി. അപ്പോൾ ഈ ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ജനിച്ച സമയത്തിന് വെച്ചിട്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു അസ്ട്രോളജിയിൽ അതിൻ്റേതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പോൾ ഈ 4:40 ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല, ഒരു ദിവസത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തമാണ് ബ്രഹ്മമുഹൂർത്തം. അതായത് സൂര്യൻ്റെ രശ്മികൾ ആദ്യ രശ്മികൾ ഭൂമിയിലേക്ക് വരുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്തം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് ബ്രൈറ്റായിട്ട് വരും. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ രാധാറാണിയുടെ കാൽക്കൽ അഭയം പ്രാപിച്ചിരിക്കുന്നത് അവരുടെ ജീവിതം രാധാറാണി ബ്രൈറ്റായിട്ട് കൊണ്ടുവരും. അപ്പം അത് മാത്രമല്ല, രാധാറാണിയെ പറ്റി കൂടുതൽ അറിയാൻ, അതായത് ഭഗവാന്റെ ഭക്തരാവണമെങ്കിൽ നമുക്ക് രാധാറാണിയുടെ അനുഗ്രഹം വേണം. അതുപോലെ വൃന്ദാവനത്തിൽ പോകണമെന്നുണ്ടെങ്കിലും രാധാറാണിയുടെ അനുഗ്രഹമില്ലാതെ നമുക്ക് വൃന്ദാവനത്തിൽ, അതായത് കണ്ണൻ്റെ അനുഗ്രഹം
കിട്ടിക്കഴിഞ്ഞാൽ മാത്രം ഒരു ഭക്തന് വൃന്ദാവനത്തിൽ പോകാൻ പറ്റില്ല. അതുപോലെ രാധാറാണിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമ്മൾ കൃഷ്ണഭക്തരാവുന്നത്. അപ്പോൾ ഈ കൃഷ്ണഭക്തരാവുന്നത്. അപ്പോൾ രാധാറാണിയുടെ കഥകൾ അല്ലെങ്കിൽ രാധാറാണിയെക്കുറിച്ച് കേൾക്കാൻ തന്നെ രാധാറാണി സെലക്ട് ചെയ്തിട്ടുള്ള ഭക്തർക്ക് മാത്രമേ എപ്പോഴും രാധാറാണിയെ പറ്റി കേൾക്കാൻ, അതായത് രാധാറാണിയുടെ ഭാവം എന്താണെന്ന് അറിയാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുകയുള്ളൂ. കാരണം അല്ലാതെ നോക്കുമ്പോൾ നമ്മൾ പറയും ഗോപികയാണ്, അതേ ആദി ഗോപികയാണ് രാധാറാണി. അപ്പം രാസലീല, കണ്ണനും അവിടെ ഗോപികമാരും ഒക്കെ രാസലീല ചെയ്യുന്നതിനെ പറ്റിയും എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കും. എന്താണ് രാസലീല? അതായത് നമ്മളുടെ വീട്ടിൽ, അതായത് നമ്മൾക്കൊരു കൃഷ്ണ വിഗ്രഹം നമ്മളുടെ വീട്ടിലുണ്ടെന്ന് വെച്ചോളൂ, നമ്മൾ കൃഷ്ണഭക്തരാണെന്ന് വെച്ചോളൂ. നമ്മൾ ആ വിഗ്രഹത്തിൽ പൂജ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കണ്ണനെ ആരാധിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യും? നമ്മൾ സ്വാഭാവികമായിട്ടും മാല ചാർത്തും, നമ്മൾ നേദ്യം കൊടുക്കും, നമ്മൾ ചിലപ്പോൾ നമ്മൾ കണ്ണനെ ഒരുക്കും, ഡ്രസ്സുകളൊക്കെ ഇടിക്കും, പാദസരമൊക്കെ ഇടും. അപ്പം അത് തന്നെയാണ് രാസലീലയിൽ നടക്കുന്നത്. അതായത് ഗോപികമാരെല്ലാം വന്നിട്ട് കണ്ണനെ ആരാധിക്കുന്നത് തന്നെയാണ് രാസലീല. അതായത് നമുക്ക് പല രീതിയിൽ കണ്ണനെ ആരാധിക്കാം. നമുക്ക് കീർത്തനങ്ങൾ, പാട്ട് പാടാൻ അറിയാവുന്നവർക്ക് കീർത്തനങ്ങൾ പാടി കണ്ണനെ ആരാധിക്കാം. അല്ലാതെ കണ്ണനോടുള്ള ഭക്തി, ചിലപ്പോൾ പൂജ ചെയ്തിട്ടായിരിക്കും കണ്ണനോടുള്ള ഭക്തി നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് രാസലീലയിൽ ഗോപികമാർ ചെയ്യുന്നത്. അതായത് അവർ കീർത്തനങ്ങൾ പാടുന്നു, അവർ മാല ചാർത്തുന്നു കണ്ണൻ, അവർ ഡാൻസ് ചെയ്യുന്നു, കണ്ണന് ഫുഡ് കൊടുക്കുന്നു. ഇതാണ് രാസലീലയുടെ തത്വം. അപ്പോൾ ഗോപികമാരിപ്പം അതായത് വൃന്ദാവനത്തിൽ നമുക്കറിയാം ഒരുപാട് ഗോപികമാരുണ്ടായി. ഗോപികമാരെല്ലാം രാധാറാണിയുടെ പല ഭാവങ്ങളാണ് ഗോപികമാർ. അതായത് രാധാറാണി എന്ന് പറയുന്നത് ഭക്തിയുടെ അറ്റ്മോസ്ഫിയർ, അതായത് ഭക്തിയുടെ അൾട്ടിമേറ്റ് ഭാവമായ രാധാറാണി ഭൂമിയിലേക്ക് വന്ന സമയത്ത് ഭഗവാനെ ആരാധിക്കാനായിട്ടുള്ള, അതായത് ഭഗവാനെ ആരാധിച്ചിട്ട് മതി വരാതെ വരുന്ന ഒരു അവസ്ഥയിൽ, അതായത് ഭക്തിയുടെ അങ്ങേ അറ്റത്തെ അവസ്ഥയിൽ എത്തുന്ന സമയത്ത് ഗോപികമാരുടെ ഭാവം എടുത്തു രാധാറാണി. അപ്പം എല്ലാ ഗോപികമാരും രാധാറാണിയുടെ ഭാവം തന്നെയാണ് എല്ലാ ഗോപികമാരും. അപ്പം രാധാറാണി മാത്രമല്ല ഗോപികമാരും ചേർന്നിട്ടാണ് കണ്ണനെ ആരാധിക്കുന്നത്. അപ്പോൾ ഭക്തിയുടെയും അർപ്പണത്തിൻ്റെയും ഏറ്റവും വലിയ ഭാവമാണ് രാധാറാണി. അതുപോലെ വൃന്ദാവനത്തിൽ രാധാറാണി ഇപ്പോൾ അവിടുത്തെ രാജകുമാരി ആയിരുന്ന സമയത്ത് രാധാറാണി അവിടുത്തെ ഏറ്റവും, അതായത് എല്ലാവരോടും കരുണ, എല്ലാവരോടും സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഭാവമാണ്. അതായത് ഇപ്പോൾ നമ്മൾ രാധാറാണിയുടെ ഭക്തരായിട്ടുള്ള രാധാറാണിയോട് നമുക്ക് ഭക്തി വരുന്ന സമയത്ത് കണ്ണൻ നമ്മളുടെ അടുത്ത് ലീലകളൊക്കെ ചെയ്യാറുണ്ട്, അല്ലേ? കണ്ണൻ എപ്പോഴും ലീലകൾ ചെയ്യാറുണ്ട്, കണ്ണൻ്റെ ലീലകളൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ രാധാറാണിയും നമ്മളോട് ലീലകൾ ചെയ്യും. അപ്പോൾ കണ്ണൻ്റെ ലീലയിൽ കുറച്ചൊരു ട്വിസ്റ്റൊക്കെ കാണും. കണ്ണൻ അങ്ങനെ ഡയറക്റ്റായിരിക്കില്ല ചെയ്യുന്നത്. അപ്പോൾ കണ്ണൻ്റെ ലീല പോലെയല്ല, രാധാറാണി അത്രയ്ക്ക് കരുണാമയി ആയതുകൊണ്ട് അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുള്ള ഒരു ലീലയും രാധാറാണി ചെയ്യില്ല. അപ്പോൾ രാധാറാണിക്ക് ഭക്തരോട് അത്രയും സ്നേഹമാണ്. അതായത് ആരെങ്കിലും രാധയെ രാധയെന്ന് വിളിക്കുമ്പോൾ ശ്യാം സുന്ദറിനെ വിട്ടിട്ട് ഓടി വരും രാധാറാണി. അങ്ങനെയാണ് രാധാറാണിയെ പറ്റി ബ്രജവാസികൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഭൂമിയിൽ രാധേ രാധേ എന്ന് പറയുമ്പോൾ വൈകുണ്ഠത്തിലെ ഭഗവാന്റെ സിംഹാസനം ഇളകും എന്നാണ് പറയുന്നത്. അപ്പം അത്രയ്ക്ക് പവർഫുള്ളാണ് രാധ എന്ന് പറയുന്ന നാമം. അപ്പോൾ രാധാറാണിയുടെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ 4:40 ബ്രഹ്മമുഹൂർത്തത്തിലാണ് രാധാറാണി ജനിച്ചത്. അങ്ങനെ അപ്പം രാധാറാണിയുടെ ജന്മത്തിൻ്റെ പിന്നിലുള്ള വേറൊരു കഥ എന്ന് പറയുമ്പോൾ ഭഗവാൻ മോഹിനി രൂപത്തിൽ വന്ന സമയത്ത്, അതായത് ദേവന്മാരെല്ലാവരും ഭഗവാന്റെ മോഹിനി രൂപം കണ്ടിട്ട് വളരെ ആകർഷിതരാവുകയും അതിൽ സൂര്യ ഭഗവാൻ മാത്രം ഭഗവാന്റെ മോഹിനി രൂപം കണ്ടിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ എനിക്കിങ്ങനെയുള്ള ഒരു പുത്രി ജനിച്ചിരുന്നെങ്കിൽ. അതായത് സൂര്യ ഭഗവാന് മാത്രമാണ് മോഹിനി രൂപത്തോട് ഒരു പുത്രി രൂപത്തിലുള്ള, പുത്രി വാത്സല്യ രൂപത്തിലുള്ള ഒരു ഭാവം സൂര്യദേവന് മാത്രമാണ് തോന്നിയത്. അങ്ങനെ വൃഷഭാനു മഹാരാജാവായിട്ട് സൂര്യദേവൻ ജന്മമെടുക്കുകയും അങ്ങനെ വൃഷഭാനു മഹാരാജാവിൻ്റെ പുത്രിയായി രാധാറാണി ജനിക്കുകയും ചെയ്തു എന്നാണ് കഥ. അപ്പോൾ നമുക്കറിയാം രാധാറാണി കണ്ണനെ കണ്ടപ്പോൾ മാത്രമാണ് കണ്ണ് തുറന്നത്. അതായത് ഭക്തിയുടെ അങ്ങേ അറ്റമാണ്. അതായത് നമ്മൾക്ക് കണ്ണനോട് ഭക്തി ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് ഒരുപാട് തലങ്ങൾ കടന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഭക്തിയുടെ ആ ഒരു, അതായത് നമ്മളെ സെൽഫ്ലെസ് ആയിട്ട് നമ്മളുടെ സ്വന്തം കാര്യങ്ങൾ ഒന്നും ആലോചിക്കാത്തുള്ള ഒരു ഭക്തിയുടെ തലങ്ങളിലേക്ക് എത്താൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മനുഷ്യരായിട്ടുള്ള ആളുകൾക്ക്. അപ്പോൾ രാധാറാണി കുഞ്ഞായിരുന്ന സമയത്ത് ഇപ്പോൾ കണ്ണു തുറക്കില്ല, അങ്ങനത്തെ കഥ എല്ലാവർക്കും അറിയാം. രാധാറാണിയെ കാണാൻ നാരദമുനി അവിടെ കീർത്തിദാ ദേവിയുടെ വീട്ടിലെത്തുകയും, അപ്പോൾ നാരദമുനിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം. കണ്ണനെ കണ്ടാൽ മാത്രമേ രാധാറാണി കണ്ണു തുറക്കുള്ളൂ എന്ന് അറിഞ്ഞിട്ട് കൃഷ്ണ മനോഹാരിണി എന്ന് രാധാറാണിയുടെ തൊട്ടിലിൻ്റെ അടുത്ത് വന്ന് നാരദമുനി പറയുകയും പെട്ടെന്ന് ആ ഒരു സെക്കൻഡേക്ക് പേര് കേട്ടപ്പോഴത്തേക്കിന് കുഞ്ഞു ബേബിയായ രാധാറാണി കണ്ണ് തുറന്ന് പെട്ടെന്ന് കൈയടിച്ചു. എന്നിട്ട് അപ്പം തന്നെ കണ്ണടച്ചു. അപ്പോൾ കണ്ണനോട് അതിന് അത്രമാത്രം ഭക്തിയാണ് രാധാറാണിക്കുള്ളത്. അപ്പോൾ രാധാറാണി ആദി പരാശക്തിയാണ്, ആദി ലക്ഷ്മിയാണ് രാധാറാണി. അപ്പോൾ കണ്ണൻ എപ്പോഴും രാധാറാണിയെ പറ്റി കേൾക്കാനാണ് കണ്ണൻ ഇഷ്ടം. രാധാറാണിക്ക് എപ്പോഴും കണ്ണനെ പറ്റി കേൾക്കാനാണ് രാധാറാണിക്ക് കണ്ണനെ പറ്റി കേൾക്കാനാണ് എപ്പോഴും ഇഷ്ടം. അപ്പം രാധാറാണിയുടെ ഈ കാര്യം പറഞ്ഞുകൊണ്ട്
ഞാൻ ഭഗവത്ഗീതയുടെ 2 ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ ഭഗവത്ഗീത വായിക്കുമ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ടാവും അതിലെൻ്റെ രാധാറാണിയുടെ കാര്യം പറയാത്തത്. അപ്പോൾ അതായത് രാധാറാണി അത്രയും ഹമ്പിളായിട്ടുള്ള, അതായത് അത്രയും എളിമയുള്ള ഒരു ഭാവത്തിലാണ് ഭൂമിയിൽ വൃന്ദാവനത്തിൽ ജനിച്ചത്. അതായത് എല്ലാ ഗുരുക്കന്മാരോടും മുതിർന്ന ആളുകളോടും വളരെ ബഹുമാനം, എല്ലാവരെയും സ്നേഹിക്കുക, എപ്പോഴും സന്തോഷവതിയായിരിക്കുക, എല്ലാവരെയും സഹായിക്കുക, അങ്ങനെ ഒരു ഭാവമാണ് രാധാറാണിക്ക്. അപ്പോൾ ഭഗവത്ഗീതയിലൊന്നും ഭഗവാൻ പറയുന്നില്ലല്ലോ. ഭഗവാൻ അതിൽ അതായത് പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് ഭഗവത്ഗീതയിൽ. അപ്പോൾ അതിൽ പ്രകൃതിയെ പറ്റിയിട്ടും പ്രകൃതി ശക്തിയെ പറ്റിയിട്ടും ഭഗവാന്റെ പ്രകൃതി, അധമ പ്രകൃതി, ഉത്കൃഷ്ട പ്രകൃതി, ഇതിനെ പറ്റിയിട്ടൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്. ഈ പറയുന്ന പ്രകൃതി എന്ന് പറയുന്നത് രാധാറാണിയാണ് പ്രകൃതി. അതായത് ഭഗവാനുള്ള എല്ലാ ശക്തിയുടെയും ഉത്ഭവം രാധാറാണിയിൽ നിന്നാണ്. ഈ ശക്തി മുഴുവനായിട്ടും വരുന്നത് രാധാറാണിയിൽ നിന്നാണ്. ശക്തി മുഴുവനായിട്ടും വരുന്നത്. അപ്പോൾ ഭക്തിഭാവത്തെ പറ്റി പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഭഗവത്ഗീതയുടെ 12-ാം അധ്യായമായ ഭക്തിയോഗത്തെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഭക്തിയോഗത്തിൽ സ്റ്റാർട്ടിങ്ങിൽ അർജുൻ ഭഗവാനോട് ചോദിക്കുന്നു, കണ്ണ, ആരാണ് ശ്രേഷ്ഠൻ? അതായത് എപ്പോഴും അങ്ങയെ മാത്രം, അതായത് അങ്ങയെ ഇങ്ങനെ അർപ്പിച്ച് അങ്ങയെ മാത്രം ചിന്തിച്ച് അങ്ങയെ ഉപാസിക്കുന്ന ഭക്തനാണോ, അതല്ല അവ്യക്തമായ ഒരു ബ്രഹ്മത്തെ ആരാധിക്കുന്ന ഭക്തനാണോ? ഇതിലാരാണ് ശ്രേഷ്ഠൻ? അപ്പം നമ്മളൊക്കെ ആദ്യത്തെ കാറ്റഗറിയിൽ വരും അല്ലേ. നമ്മൾ ഭഗവാനെ ഒരു വ്യക്തി രൂപം കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് അല്ലേ. അവ്യക്ത ബ്രഹ്മത്തെ ആരാണ് ആരാധിക്കുന്നത്? യോഗികളായിട്ടുള്ള ആളുകൾ, മുനിമാർ, അങ്ങനെയുള്ള വലിയ യോഗീശ്വരരായിട്ടുള്ള ആളുകളൊക്കെയാണ് അവ്യക്ത ബ്രഹ്മത്തെ, പരബ്രഹ്മം എന്ന് ഉദ്ദേശിച്ച് ആരാധിക്കുന്നത്. അപ്പോൾ അർജുൻ ചോദിക്കുകയാണ്, കണ്ണ, ഇതിൽ ആരാണ് ശ്രേഷ്ഠൻ? അപ്പം ഭഗവാൻ പറയുന്നു, അതായത് ആരാണോ കണ്ണനെ എല്ലാമായിട്ട് കണ്ണനെ തന്നെ വിചാരിച്ച് കണ്ണനെ മാത്രം വിചാരിച്ച് ഉപാസിക്കുക, അതായത് ഭഗവാനെ മാത്രം വിചാരിച്ച് ആരാണോ ഉപാസിക്കുന്നത്, എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ആരാണോ ഉപാസിക്കുന്നത്, ആ ഭക്തനെ തീർച്ചയായും ഞാൻ, അതായത് ഈ മൃത്യു സാഗരത്തിൽ നിന്നും മോചിപ്പിക്കും. അപ്പോൾ ഭഗവാൻ ആദ്യത്തെ ഉത്തരം പറഞ്ഞു. അതായത് ഭഗവാനെ മാത്രം ആലോചിച്ച് ഭഗവാനെ ഉപാസിച്ച് വരുന്ന ഭക്തനെയും ഞാൻ, അതായത് ആ ഭക്തനും ശ്രേഷ്ഠനാണ്. അപ്പോൾ ആ ഭക്തൻ യോഗികളെക്കാൾ പൂർണ്ണത നേടിയവരാണ് എന്ന് പറഞ്ഞു. യോഗികൾ പൂർണ്ണത നേടിയ ആളുകളാണ്, യോഗികളെക്കാൾ പൂർണ്ണത നേടിയവരാണ് അങ്ങനെയുള്ള ഭക്തൻ. പിന്നെ ഭഗവാൻ പറയുന്നു, ആരാണോ അവ്യക്തമായതും, അതായത് നമ്മളുടെ ബുദ്ധിക്ക് വ്യക്തമല്ലാത്തതും നമ്മളുടെ ചിന്തയ്ക്കപ്പുറമായതും അചിന്ത്യമായതും അവ്യക്തമായതും സ്ഥിരമായതും മാറ്റമില്ലാത്തതുമായ പരബ്രഹ്മത്തെ ആരാധിക്കുന്നത്, അതായത് ഈ യോഗികളായിട്ടുള്ള ആളുകൾ അവർ ബ്രഹ്മത്തെ ആരാധിക്കുന്ന സമയത്ത് അതിനൊരു പ്രത്യേക രൂപമില്ല, അത് അവ്യക്തമാണ്, അപ്പം നമ്മളുടെ ചിന്തകൾക്കൊക്കെ അപ്പുറമാണ്. അങ്ങനത്തെ ഉള്ളൊരു ഭാവത്തെ, അതായത് എല്ലാ ജീവികൾക്കും നല്ലത് വരണം, അതായത് ഹിതം വരണം എന്ന് ആഗ്രഹിച്ച് ആരാണോ ബ്രഹ്മത്തെ ആരാധിക്കുന്നത് അവരും എനിക്ക് പ്രിയപ്പെട്ട ഭക്തനാണെന്ന് ഭഗവാൻ പറയുന്നു. എന്നിട്ട് അർജുനോട് കൃഷ്ണൻ പറയാണ്, എന്നാലും ഈ യോഗികളായിട്ടുള്ള ആളുകൾ, അതായത് ശാരീരികളായിട്ടുള്ള ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് ഭൗതികപരമായിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മളുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ വേറെ ലോകങ്ങളിൽ അവിടെയുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടായിരിക്കും ആ ആത്മാക്കളുടെ, അതായത് ജീവാത്മാക്കളുടെ ബോഡി ഉണ്ടായിരിക്കുന്നത്. അവർക്ക് അങ്ങനെ ഒരു രൂപമുണ്ടെങ്കിൽ അവരുടെ ആ മെറ്റീരിയൽസ് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നമ്മളുടെ, ഇപ്പോൾ ഭഗവാൻ പറയാണ്, ശാരീരികൾക്കായിട്ടുള്ള ആളുകൾക്ക് ആ ബ്രഹ്മത്തിലേക്ക് എത്തുന്ന ആ ഒരു യോഗികൾ തിരഞ്ഞെടുക്കുന്ന വഴി വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കുമെന്ന് ഭഗവാൻ തന്നെ പറയുന്നു. അപ്പം നമുക്കറിയാം, അതായത് ഈ ഹിമാലയം പോലുള്ള സ്ഥലങ്ങളിൽ യോഗികളായിട്ടുള്ള ആളുകൾ പോയി തപസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി അക്ലിമറ്റൈസേഷൻ എന്ന് പറയും. അതായത് നമ്മൾ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ, അതായത് നമ്മൾ ഇപ്പം നമ്മൾ ഈ മൗണ്ടൻസിലൊക്കെ പോകുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് അവിടെ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ ആ പ്രഷറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ശ്വാസകോശത്തിൽ പൾമണറി എഡിമ എന്ന് പറയുന്ന ഒരു അസുഖം വരും. അതായത് ശ്വാസകോശത്തിൽ നീർക്കെട്ട് വരുന്ന ഒരു അസുഖമാണ് പൾമണറി എഡിമ എന്ന് പറയുന്നത്. പിന്നെ ഓക്സിജൻ ഡിസോസിയേഷൻ നടക്കാതെ വരും. അതായത് ഓക്സിജൻ ലങ്സിലേക്ക് നന്നായിട്ട് അതിൻ്റെ ഒരു അതായത് അങ്ങോട്ടേക്ക് ഇറങ്ങുന്ന ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ച് നടക്കാതെ വരും. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. മെയിനായിട്ട് ലങ്സിനാണ് നമ്മൾ ഉയരങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ഹ്യൂമൻ ബോഡിയിൽ നടക്കുന്നത്. പ്രത്യേകിച്ചും ശ്വാസകോശ സംബന്ധം രോഗങ്ങളായിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഈ ഉയരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ആ പാത തിരഞ്ഞെടുക്കുന്ന ഭക്തന് അത് ശാരീരികൾക്കായിട്ടുള്ള ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. എന്നിട്ട് ഭഗവാൻ പറയാണ്, ഇനി ആരാണോ, അതായത് തൻ്റെ കർമ്മങ്ങളെല്ലാം ഭഗവാനെ അർപ്പിച്ച്, അതായത് അവരെന്താണോ ചെയ്യുന്നത് അത് ഭഗവാനിൽ അർപ്പിച്ച് ചെയ്തിട്ട് ഭഗവാനെ അർപ്പിച്ച് ചെയ്യുകയും എന്നിട്ട് എന്നാൽ അവർ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ സമചിത്തരായിട്ടിരിക്കുകയും ചെയ്യുന്ന ഭക്തരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ ഭഗവാന്റെ അടുത്ത് അർജുൻ 2 ചോദ്യങ്ങൾ ചോദിച്ചതിനകത്ത് ഭഗവാൻ ഒരുപാട് തരത്തിലുള്ള, അതായത് നമ്മൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം ഏത് തരം ഭക്തിയോട് കൂടി വേണം നമ്മൾ ഭഗവാനെ ആരാധിക്കാൻ എന്ന് കണ്ണൻ തന്നെ അർജുൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം കർമ്മങ്ങളെല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്ന ഭക്തനെയും കണ്ണന് പ്രിയനാവുന്നു. ഇനി കർമ്മങ്ങളൊന്നും,
ഇപ്പം ഭഗവാൻ പറയാണ്, അർജുൻ ഇനി കർമ്മങ്ങളൊന്നും എന്നിൽ അർപ്പിക്കാൻ നിനക്ക് ശക്തിയില്ല എന്നുണ്ടെങ്കിൽ നീ മനസ്സും ബുദ്ധിയും എന്നിൽ ഊന്നി കൊണ്ട് നീ പ്രവർത്തിക്കുക, അപ്പോൾ നീ എന്നിൽ തന്നെ വസിക്കും. അതായത് കർമ്മങ്ങളൊന്നും നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ നമ്മളുടെ കോൺസെൻട്രേഷൻ, അതായത് നമ്മുടെ ബുദ്ധിയും മനസ്സും ഭഗവാനിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ എപ്പോഴും ഭഗവാനിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ മനസ്സും ബുദ്ധിയും ഭഗവാനിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഭക്തനും ഭഗവാന് അവരും എനിക്ക് പ്രിയരാകുന്നു. എന്നിട്ട് അടുത്ത വരിയായിട്ട് ഭഗവാൻ പറയാണ്, ഇനി മനസ്സും ബുദ്ധിയും നിനക്ക് എന്നിൽ ഊന്നാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നീ എനിക്കായി കർമ്മങ്ങൾ ചെയ്യൂ, അതായത് എൻ്റെ കർമ്മങ്ങൾ ചെയ്യൂ എന്ന് പറയുമ്പോൾ ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നമ്മുടെ ബുദ്ധിയും മനസ്സും അവിടെ ഭഗവാനിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഭഗവാന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യൂ. അതായത് സ്വാമിജി പോലെയുള്ള ആളുകൾ, സ്വാമിമാരൊക്കെ ചെയ്യുന്ന പോലെ ഭഗവാന്റെ കർമ്മങ്ങൾ, ഭക്തി സേവനങ്ങൾ ചെയ്യുന്ന ഭക്തനും എനിക്ക് പ്രിയപ്പെട്ടവനാവുന്നു. ഇനി ഭഗവാൻ പറയാണ്, ഇനി നിനക്ക് എൻ്റെ കർമ്മങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ ഓപ്ഷൻ തരുന്നുണ്ട്. അതായത് ഇങ്ങനെ ആദ്യം ഭഗവാൻ പറയുന്നുണ്ട്, ഓക്കെ അങ്ങനെ മനസ്സും ബുദ്ധിയും ഊന്നാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യൂ, എനിക്ക് വേണ്ടി കർമ്മം ചെയ്യാനും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കർമ്മഫലത്തെ നീ ത്യജിക്കൂ. അപ്പോൾ നമ്മൾ ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ട് അല്ലേ, കർമ്മഫലത്തെ ത്യജിക്കുന്നതിനെ പറ്റി ഭഗവാൻ കർമ്മയോഗത്തിലും പറയുന്നുണ്ട്. അപ്പം എങ്ങനെയായിരിക്കും നമ്മൾക്ക് കർമ്മഫലത്തെ ത്യജിച്ച്, അതായത് ഒരു എക്സാം എഴുതാൻ പോകുന്ന കുട്ടി എപ്പോഴും അതിന് കിട്ടുന്ന മാർക്സ് അല്ലെങ്കിൽ അതെങ്ങനെ പെർഫോം ചെയ്യുന്നു അതിനെ പറ്റിയിട്ടായിരിക്കും ആലോചിക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയുകയാണ്, ഇപ്പോൾ ഞാനൊരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായ രോഗത്തിനൊരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഞാൻ പേഷ്യൻറ്റ് ട്രീറ്റ് ചെയ്ത് അവർക്ക് രോഗം ഭേദമായി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഞാൻ എൻ്റെ കർമ്മഫലത്തെയാണ് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതല്ലാതെ ഭഗവാൻ പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്ന, അതായത് ഞാൻ കൊടുക്കുന്ന മെഡിസിൻ, ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ രോഗിക്ക് നല്ലത് വരാൻ, അതായത് അവരുടെ അസുഖം മാറാൻ വേണ്ടി എൻ്റെ രോഗിയെയും ഞാൻ കൊടുക്കുന്ന മെഡിസിനെയും എല്ലാം ഭഗവാനിൽ അർപ്പിച്ച്, അതായത് ഭഗവാൻ വേറൊരു ചാപ്റ്റർ പറയുന്നുണ്ട്, ഔഷധവും ഞാൻ തന്നെ, അതായത് നമ്മൾ കഴിക്കുന്ന എല്ലാ മെഡിസിൻസും ഭഗവാൻ തന്നെ ആവുന്നു. അപ്പോൾ അങ്ങനെ അർപ്പിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കർമ്മഫലത്തെ പറ്റി ചിന്തിക്കുന്നില്ല. നമ്മൾ നമ്മളുടെ ഡ്യൂട്ടി ചെയ്യുന്നു, കർമ്മഫലം എന്തോ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇത്രയും ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കർമ്മഫലം എന്ന് പറയുന്നത് പേഷ്യൻറ്റ് സുഖമാവുക എന്നുള്ളതായിരിക്കും. അപ്പോൾ കർമ്മഫലത്യാഗം, ഇതൊന്നും ചെയ്യാൻ വയ്യെങ്കിൽ കർമ്മഫലത്യാഗം ചെയ്യൂ അർജുൻ എന്ന് കണ്ണൻ പറയുന്നു. അതിൻ്റെ കാരണം തൊട്ടടുത്ത വരിയിൽ ഭഗവാൻ പറയാണ്, കാരണം അഭ്യാസത്തെക്കാൾ യോഗം, അഭ്യാസത്തെക്കാൾ ജ്ഞാനം, ജ്ഞാനത്തെക്കാൾ ധ്യാനം, ധ്യാനത്തെക്കാൾ മഹത്തരമാണ് കർമ്മഫലത്യാഗം. അതായത് ഒരു അഭ്യാസം ചെയ്യുന്ന ഒരു യോഗി യോഗാഭ്യാസമൊക്കെ ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവ്യക്ത ബ്രഹ്മത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അഭ്യാസമൊക്കെ ചെയ്യുന്ന ഒരു യോഗിയെ കാട്ടിലും ആ അഭ്യാസത്തിനെക്കാട്ടിലും മഹത്തരമാണ് ജ്ഞാനം. അതായത് ഇപ്പം ആ ചെയ്യുന്ന ആ സമയത്ത് വേറൊരു ഭക്തൻ ജ്ഞാനത്തിന് വേണ്ടിയിട്ട്, ആധ്യാത്മിക ജ്ഞാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെക്കാട്ടി മഹത്തരമാണ് ജ്ഞാനം. എന്നാൽ ഈ ജ്ഞാനത്തിന് പിന്നാലെ പോകുന്ന ഭക്തനെക്കാട്ടിലും മഹത്തരമാണ് ധ്യാനിക്കുന്ന ഒരു ഭക്തൻ. എപ്പോഴും ഭഗവാനെ ധ്യാനിച്ച് ഇരിക്കുന്ന ഒരു ഭക്തൻ അതിനെക്കാട്ടിലും ശ്രേഷ്ഠനാണ്. ഇനി ആ ധ്യാനത്തിനെക്കാട്ടിൽ ശ്രേഷ്ഠമാണ് കർമ്മഫലത്യാഗം. കാരണം ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് അഭ്യാസം ചെയ്യുക എന്നുള്ളതെന്ന് പറയുമ്പോൾ നമ്മളുടെ ബോഡിയുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് അഭ്യാസവും യോഗയൊക്കെ ചെയ്യാൻ പാടായിരിക്കും. അതുപോലെ തന്നെ ജ്ഞാനം, അതായത് ഇപ്പം എല്ലാവർക്കും ജ്ഞാനത്തിലൊരു ഇൻട്രസ്റ്റ് വരണമെന്നില്ല. അപ്പം ഭഗവാൻ അതും പറയുന്നില്ല. എന്നാൽ ഭഗവാൻ പറയും ധ്യാനം അതും എല്ലാവർക്കും ചെയ്യാൻ പറ്റണം എന്നില്ല. ഇനി അതും പറ്റത്തില്ലെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ഭഗവാൻ പറയാണ്, അതിനെക്കാട്ടിൽ ശ്രേഷ്ഠമാണ് കർമ്മഫല ത്യാഗം. എന്നിട്ട് ഭഗവാൻ പറയാണ്, അപ്പം ഇത് പറഞ്ഞു കൊടുത്തിട്ട് കണ്ണൻ അർജുൻ്റെ അടുത്ത് പറയാണ്, എന്നാലും ആരാണോ എല്ലാ ജീവികളോടും മൈത്രിയുള്ളവരായി, എല്ലാ ജീവികളോടും ഒരുപോലെ സ്നേഹഭാവത്തിൽ അവരോട് മൈത്രിയുള്ളവരായി, സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ, എന്നാൽ അവർ വളരെ, അതായത് തൻ്റെ യത്നങ്ങളെല്ലാം പരിത്യജിച്ചിട്ടുള്ള ഭക്തൻ ആരാണോ അവരും എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. അതായത് കണ്ണന് ഫേവറേറ്റ് ആയിട്ടുള്ള ഭക്തൻ എന്ന് പറയുന്നത് പല കാറ്റഗറി കണ്ണൻ പറയാണ്. ഇങ്ങനെ ചെയ്താൽ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഭക്തനാണ്, അങ്ങനെ ചെയ്താലും എൻ്റെ പ്രിയപ്പെട്ട ഭക്തനാണ്. അപ്പോൾ ആരാണോ അപ്പം എല്ലാ ജീവികളോടും മൈത്രിയുള്ളവരായി എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് എല്ലാ ജീവികളിലും ഒരുപോലെ എല്ലാ ജീവികളെ, നമ്മളൊരു ചെറിയ ഉറുമ്പിനെ കണ്ടാലും ഒരു ആനയെ കണ്ടാലും നമുക്ക് ഒരേ ഭാവം, അതായത് അതേ ഭാവം തന്നെ ആയിരിക്കണം. അല്ലാതെ നമ്മൾക്ക് അതിനകത്ത് ചെറുത് വലുതപ്പോൾ എല്ലാവരോടും മൈത്രിയുള്ളവരായി. കാരണം നമ്മൾ ഒരു ജീവജാലങ്ങൾക്കും ദ്രോഹം ചെയ്യാത്തവരായി. അപ്പോൾ ആരാണോ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ. അപ്പോൾ എന്നെ കേൾക്കുന്ന ചിലരൊക്കെ വിചാരിക്കും, എങ്ങനെയാണ് നമുക്ക് സന്തോഷത്തിലും ദുഃഖത്തിലും
ഒരുപോലെ ഇരിക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഭക്തിയിൽ പുരോഗമിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ പാടായിരിക്കും. ഭക്തിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ ചെറിയ കാര്യങ്ങൾ, അതായത് നമുക്ക് ചെറുതായിട്ട് സന്തോഷം തോന്നുന്ന കാര്യവും ചെറുതായിട്ട് ദുഃഖം തോന്നുന്ന കാര്യവും ഒക്കെ ആദ്യമൊക്കെ നമുക്കത് ഭക്തിയിൽ കുറച്ച് എത്തുന്ന സമയത്ത് നമുക്കത് ന്യൂട്രലായിട്ട്, അതായത് പ്രത്യേകിച്ച് നമുക്ക് വലിയൊരു സന്തോഷവും തോന്നത്തില്ല, ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ വലിയൊരു ദുഃഖവും തോന്നത്തില്ല. ആദ്യമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിരിക്കും നമുക്കങ്ങനെ തോന്നുന്നത്. പിന്നെ ഭക്തിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് വളരെ വലിയൊരു ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം കേട്ടാലും നമുക്കങ്ങനെ ഒരു വലിയൊരു ദുഃഖം വരാതെയും, സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം കേട്ടാൽ നമ്മൾ വളരെ എക്സൈറ്റഡ് ആവാതെ വളരെ സന്തോഷത്തിൽ അങ്ങേ അറ്റം പോവാതെയും നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഭക്തിയിൽ പുരോഗമിക്കുന്ന സമയത്ത് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, അതായത് അങ്ങനെയുള്ള ആളുകളും, അപ്പോൾ അതായത് എല്ലാ ജീവികളോടും കരുണയുള്ളവരായിട്ട് ചെയ്യുന്ന ആളുകളും എൻ്റെ ഭക്തർ, എനിക്ക് പ്രിയപ്പെട്ടവരാകുന്നു. എന്നിട്ട് ഇനി പറയാണ്, അതായത് ആരാണോ അതായത് ആരെ കാരണമാണോ ജനങ്ങൾ അസ്വസ്ഥരാകുന്നില്ല. അപ്പോൾ അതായത് ഒരു ഭക്തനായിട്ടുള്ള ഒരാൾ, അപ്പോൾ അവരെ കൊണ്ട് അവരുടെ ചുറ്റുമുള്ള ഒരു ജനങ്ങളും അവരെ കൊണ്ട് അസ്വസ്ഥരാകുന്നില്ല. കാരണം എന്താണ്? അവരാർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ല, അങ്ങനെ ഒരു ഭക്തൻ. എന്നിട്ട് ആരാണോ ജനങ്ങളാൽ അസ്വസ്ഥമാകുന്നില്ല, അതായത് ഒരു ഭക്തനായിട്ടുള്ള ആളുകൾ മറ്റുള്ളവരുടെ പ്രവൃത്തി കൊണ്ടും അവർ അസ്വസ്ഥനാകുന്നില്ല, എന്നാൽ അവരുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട് ബാക്കി ചുറ്റുമുള്ള ജനങ്ങളും അസ്വസ്ഥനാകുന്നില്ല. ആരാണോ ജനങ്ങളാൽ അസ്വസ്ഥമാകാത്തത്, ആരെ കൊണ്ടാണോ ജനങ്ങൾ അസ്വസ്ഥമാകാത്തത്, അങ്ങനെയുള്ള ഭക്തനും എൻ്റെ പ്രിയനാകുന്നു, എനിക്ക് പ്രിയപ്പെട്ടവാകുന്നു. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്കൊന്നും അതൊരു അസ്വസ്ഥത വരാത്ത രീതിയിലും, എന്നാൽ ചുറ്റുമുള്ള ആളുകൾ എന്തെങ്കിലും ചെയ്താലും നമ്മളെ അത് എഫക്റ്റ് ചെയ്യാത്ത രീതിയിലുമുള്ള ഭക്തനും കണ്ണന് ഇഷ്ടപ്പെട്ട ഭക്തനാണ്. എന്നിട്ടും ഭഗവാൻ പറയുകയാണ്, ഇനി നേരത്തെ പറഞ്ഞ പോലെ ഈ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ എന്ന് പറഞ്ഞ പോലെ ഉഷ്ണത്തിലും ശീതത്തിലും ഒരുപോലെയും നിന്ദയിലും, അതായത് നമ്മളെ നിന്ദിക്കുമ്പോഴും നമ്മളെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും ഒരുപോലെയും മാന അപമാനങ്ങളിൽ ഒരുപോലെയും നിൽക്കുന്ന ഭക്തൻ, അതായത് സമചിത്തതയോടുകൂടി നിൽക്കുന്ന ഭക്തൻ, എപ്പോഴും സന്തോഷമായിട്ട് സമചിത്തതയോടുകൂടി നിൽക്കുന്ന ഭക്തൻ എനിക്ക് പ്രിയനാകുന്നു. അപ്പോൾ നമ്മൾ പറയും, ഭഗവാൻ പറഞ്ഞല്ലോ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ. സന്തോഷത്തിൽ വരുവാണെങ്കിൽ ഒരുപാട് സന്തോഷിക്കാതെയും ദുഃഖം വരുവാണെങ്കിൽ ഒരുപാട് ദുഃഖിക്കാതെയും, എന്നാൽ എല്ലായ്പ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ രാധാറാണി അങ്ങനെയാണ്, എല്ലായ്പ്പോഴും സന്തോഷമാണ് രാധാറാണി, എല്ലായ്പ്പോഴും സന്തോഷവതിയാണ് രാധാറാണി. അപ്പോൾ എല്ലായ്പ്പോഴും സന്തോഷത്തോടെ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ നമ്മളെ ആരെങ്കിലും വന്നിട്ട് നമ്മളെ കുറച്ച്, അതായത് നമ്മളെ നിന്ദിച്ചാലും നമ്മൾ ഒരുപോലെ, എന്നാൽ നമ്മളെ പ്രോത്സാഹിപ്പിച്ചാലും നമ്മൾ ഒരുപോലെ, നമ്മൾക്ക് അഭിമാനത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാലും നമ്മൾ ഒരുപോലെ, നമുക്ക് മിഥ്യാ അഹങ്കാരം ഇല്ലാത്ത ഭക്തനും എനിക്ക് പ്രിയനാകുന്നു. അപ്പോൾ ഭഗവാൻ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നിടത്ത് എല്ലാവരും ഉള്ള ഭക്തന്മാർ ഈ പറയുന്ന കാറ്റഗറിയിലൊക്കെ ഏതെങ്കിലും ഒരു കാറ്റഗറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ ഫേവറേറ്റ് ആവും, അതായത് ഭഗവാനെ നമ്മളെ ഇഷ്ടപ്പെട്ടു തുടങ്ങും നമ്മൾ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വരികയാണ്. എന്നിട്ട് ഭഗവാൻ അതിൻ്റെ അവസാനം, അതായത് ഭക്തി യോഗത്തിൻ്റെ അവസാനം അർജുനോട് പറയുന്നു, അർജുൻ എന്നിരുന്നാലും എല്ലാം, അതായത് എന്നെ തന്നെ എല്ലാമായി കരുതി, അതായത് ഭഗവാൻ പരമാത്മാവാണ്, ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാനിൽ നിൽക്കുന്നതാണ്. അതായത് ഭക്തി ഇല്ലാത്ത ആളുകൾ അവർ പറയും ഈശ്വരൻ ഇല്ലാന്ന്, അത് അവരുടെ ബോധമണ്ഡലം അത്രയ്ക്ക് താഴെ ആയതുകൊണ്ടാണ്. അവർക്ക് ശാസ്ത്രവും അറിയില്ല, അവർക്ക് ജ്ഞാനവുമില്ല. ബോധമണ്ഡലം അത്രയും താഴെ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈശ്വരനില്ല അല്ലെങ്കിൽ നമ്മൾ ഉപരി ഒരു ശക്തിയില്ല എന്ന് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അത് അവരുടെ കാര്യം വേറെ. അപ്പോൾ ഭഗവാൻ പറയാണ്, ആരാണോ എന്നെ തന്നെ എല്ലാമായി കരുതി പരിപൂർണ വിശ്വാസത്തോടുകൂടി എന്നെ അർപ്പിച്ച് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ധർമാമൃതം, അതായത് ഭഗവാൻ ഈ പറഞ്ഞിരിക്കുന്ന കാറ്റഗറീസ്, അതായത് എന്തൊക്കെ ചെയ്താൽ ഭഗവാന്റെ ഫേവറേറ്റ് ആവാം, ഭഗവാൻ ആരൊക്കെയാണ് ഏത് തരത്തിലുള്ള ഭക്തനെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുന്ന ഇതെല്ലാം മനസ്സിലാക്കിയ ഭഗവാനിൽ അർപ്പിച്ചൊരു ഭക്തൻ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആകുന്നു, അതായത് ഏറ്റവും പ്രിയനാകുന്നു. അപ്പം അതിൽ നിന്ന് എന്താണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്? അതായത് ഇത്ര വലിയ കാര്യങ്ങളൊന്നും ചെയ്യണം എന്നില്ല അല്ലേ. അതായത് നമ്മൾ ചില ഭക്തരുണ്ട്, വളരെ ഇന്നസെൻ്റ് ആയിരിക്കും, നിഷ്കളങ്കമായിട്ടുള്ള ഭക്തരുണ്ടായിരിക്കും. അപ്പോൾ അവർ വിചാരിക്കും എല്ലാം ഭഗവാനാണ്, എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് എല്ലാം ഭഗവാനാണെന്ന് കരുതിയിരിക്കുന്ന ഭക്തന്മാരെയാണ് കണ്ണൻ ഏറ്റവും ഇഷ്ടമുള്ള ഭക്തർ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഭക്തരെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഭക്തി യോഗത്തിൻ്റെ അവസാനം ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ട് നിർത്തുന്നു. അപ്പോൾ ഞാൻ ഇനി, അതായത് ഭഗവത്ഗീതയുടെ 15-ാമത്തെ അധ്യായമായ പുരുഷോത്തമ യോഗമാണ് ഇവിടെ പറയാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. പുരുഷോത്തമ യോഗത്തിൽ ഭഗവാൻ അർജുനോട് പറയുന്നു, അതായത് കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും, വേരുകൾ മേൽപോട്ടും ശാഖകൾ താഴോട്ടുമായി, അതായത് അശ്വതം എന്നൊരു വൃക്ഷമുണ്ട്, അതിനെ അവ്യയം എന്ന് പറയുന്നു. അതായത് വേരുകൾ മേളിലോട്ട് പോകുന്ന ഒരു വൃക്ഷം തലകീഴായി നിൽക്കുന്ന ഒരു ആൽവൃക്ഷം പോലെ അതിൻ്റെ ശാഖകൾ താഴോട്ടും വേരുകൾ മേലോട്ടുമായിട്ട് ഒരു വൃക്ഷമുണ്ട്, അതിൻ്റെ പേരാണ് അവ്യയം എന്ന വൃക്ഷം.
അപ്പോഴും ഞാൻ ഈ പറയുന്ന കേൾക്കുന്ന ആളുകൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെയാണ് സത്യമാകുന്നതെന്ന്. അപ്പം ഞാൻ അതിനൊരു ഉദാഹരണം പറയാൻ, ഇപ്പം നമ്മളിപ്പോൾ ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവർക്കൊരു ശ്വാസകോശ സംബന്ധമായ രോഗമാണെങ്കിൽ ഞാൻ അവർക്ക് എക്സ്റേ എടുക്കും. അപ്പം ഈ എക്സ്റേ എടുക്കുമ്പോൾ ഞാൻ പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്തിട്ട് അവരെ നോക്കിയിട്ടായിരിക്കും ഞാൻ എക്സ്റേ എടുക്കുന്നത്. അപ്പോൾ ഈ എക്സ്റേയിൽ എന്ന് പറയുമ്പോൾ ആ എക്സ്റേയിൽ കാണുന്ന ഇമേജ് അല്ല നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത്, അല്ലേ? നമ്മൾക്ക് എക്സ്റേയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത നമ്മളുടെ ലങ്സിൽ ന്യൂമോണിയ അങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് ആ എക്സ്റേയിൽ കാണാൻ പറ്റും. ഈ എക്സ്റേയിൽ കാണാൻ പറ്റുന്ന കാര്യം കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എന്ന് വെച്ചിട്ട് നമുക്ക് എക്സ്റേ നോർമലാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളുടെ കണ്ണിനകത്ത് വരുന്ന നമ്മൾക്ക് കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് എക്സ്റേയിൽ കാണാൻ പറ്റുന്ന പോലെയല്ല നമ്മളുടെ കണ്ണിൽ കാണാൻ പറ്റുന്നത്. നമുക്ക് 7 നിറങ്ങളിലുള്ള വിസിബിൾ ലൈറ്റ് വരുന്ന സ്പെക്ട്രം മാത്രമേ നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തുള്ളൂ. അതേസമയം എക്സ്റേയിൽ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിലായിരിക്കും നമ്മുടെ ശ്വാസകോശം അതിനകത്തായിരിക്കും നന്നായി കാണാൻ പറ്റുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും സത്യമല്ല എന്ന് പറയാനായിട്ടുള്ള ഒരു അവകാശവും നമുക്കില്ല. അപ്പം ഈ അവ്യയം എന്ന് പറയുന്ന വൃക്ഷത്തിൻ്റെ സങ്കല്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേരുകൾ മേലോട്ടാണ്, ആധ്യാത്മിക ലോകത്തിലോട്ടാണ് അതിൻ്റെ വേരുകൾ. അതിൻ്റെ ശാഖകൾ താഴോട്ടാണ്, അതിൻ്റെ വേരുകൾ കുറച്ച് ഭാഗം ഭൂമിയിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേരുകൾ എന്തിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്? അതായത് അതിൻ്റെ വേരുകൾ കർമാനുബന്ധികളാണ് അതിൻ്റെ വേരുകൾ. അപ്പോൾ കർമ്മങ്ങളെ നിരന്തരം ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ വൃക്ഷത്തിൻ്റെ വേരുകൾ. ഭൂമിയിൽ ആ വൃക്ഷത്തിന് വേരുകൾ ഭൂമിയിലോട്ടും അതിൻ്റെ എക്സ്റ്റൻഷനുണ്ട്. അതിൻ്റെ ബ്രാഞ്ചസ് എന്താണ്? പ്രകൃതി വിഷയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളുമാണ് അതിൻ്റെ ചില്ലകൾ. അപ്പോൾ അതിൻ്റെ ചില്ലകൾ എന്ന് പറഞ്ഞാൽ പ്രകൃതി വിഷയങ്ങൾ, അതായത് യോഗമായയിൽ നമ്മൾ യോഗമായയുടെ ഇൻഫ്ലുവൻസിൽ വന്നിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, അതായത് നമ്മൾ ഭൂമിയിൽ ചെയ്യുന്ന, അതായത് ഭൗതികമായിട്ടുള്ള വിഷയങ്ങൾ ആണ് അതിൻ്റെ ചില്ലകൾ. അതുപോലെ ഇന്ദ്രിയ വിഷയങ്ങൾ, നമ്മൾക്ക് ഭഗവാൻ പറയുന്നു 5 ഇന്ദ്രിയങ്ങളും, അതായത് മനസ്സും ചേർന്ന് 6 ഇന്ദ്രിയങ്ങൾ, നമ്മുടെ മനസ്സിനെയും കൂടി ഒരു ഇന്ദ്രിയമായിട്ട് ഭഗവത്ഗീതയിൽ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇന്ദ്രിയ വിഷയങ്ങളിലെല്ലാം ഇടപെടുന്ന സമയത്ത് അതാണ് അതിൻ്റെ ചില്ലകൾ. അപ്പോൾ അതിൻ്റെ ഇലകൾ എന്താണ്? അതിൻ്റെ ഇലകൾ എന്ന് പറയുന്നത് വേദമന്ത്രങ്ങളാണ് ആ അവ്യയം എന്ന മരത്തിൻ്റെ ഇലകൾ. അപ്പോൾ ഭഗവാൻ പറയുന്നത് ആരാണോ ഈ വൃക്ഷത്തിനെ, അതായത് ഇതിനെ ഛേദിച്ച് അതിൻ്റെ വേരുകൾ, അതായത് അതിൻ്റെ തായ് വേര് അന്വേഷിച്ച് മേളിലോട്ട് പോകുന്നത് ആരാണോ, അപ്പോൾ അങ്ങനെയുള്ളവരാരാണോ അവർ എൻ്റെ പരമമായ ധാമത്തിലെത്തുന്നു എന്ന് പറയുന്നു. അപ്പം ഭഗവാന്റെ ധാമം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ഗോലോക വൃന്ദാവനമാണ് ഭഗവാന്റെ ധാമം. അപ്പം എന്നിട്ടും ഭഗവാൻ പറയുന്നു എങ്ങനെയുള്ളവർക്കാണ് ആ വൃക്ഷത്തെ ഛേദിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താൻ കഴിയുന്നതെന്ന്. അപ്പോഴും എന്നെ കേൾക്കുന്നവർ വിചാരിക്കും നമ്മൾ ഇതെല്ലാം ചെയ്ത് ഈ ആധ്യാത്മിക അറിവൊക്കെ നേടി നമ്മൾക്ക് എന്താണ് പ്രയോജനം? നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ഭൂമിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ വീണ്ടും വീണ്ടും ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ദുഃഖം ഉണ്ടെങ്കിൽ ദുഃഖം, നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട്, നമ്മളുടെ വേദനകൾ, ബോഡിയിൽ വരുന്ന വേദനകൾ, അല്ലാതെ മാനസികമായിട്ടുള്ള പ്രശ്നം, വീണ്ടും വീണ്ടും നമ്മൾ ഭൂമിയിലേക്കോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ലോകങ്ങളിലോട്ടോ ജനിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ആത്മാവ് ഭഗവാനിൽ നിന്ന് വിട്ടു വന്നതാണ് നമ്മുടെ ആത്മാവ്. വീണ്ടും വീണ്ടും നമ്മൾ ജനിച്ചുകൊണ്ടേയിരിക്കണം എന്നുണ്ടെങ്കിൽ ആധ്യാത്മികപരമായിട്ടുള്ള ജ്ഞാനത്തെ തേടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വീണ്ടും വീണ്ടും ഇവിടെ വന്നുകൊണ്ടേയിരിക്കാം. അപ്പോൾ എങ്ങനെയുള്ളവരാണ് ഈ വൃക്ഷത്തെ ഛേദിച്ച് അതിൻ്റെ വേരുകൾ അന്വേഷിച്ച് അതായത് പരമാത്മാവിനെ അന്വേഷിച്ച് ഭഗവാനിൽ എത്തിച്ചേരുന്നതെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതായത് മിഥ്യാ അഹങ്കാരമില്ലാതെ, അഹങ്കാരം ഒന്നുമില്ലാതെ, അതായത് ഞാൻ എന്നൊരു ഭാവമില്ലാത്ത ഭക്തനും, നേരത്തെ പറഞ്ഞ പോലെ സുഖവും ദുഃഖവും എല്ലാം ഒരുപോലെ കരുതിയിരിക്കുന്ന ഭക്തനും, എല്ലാ ജീവജാലങ്ങളോടും ഒരുപോലെ പെരുമാറുന്ന ഭക്തനും, അതായത് ആവശ്യമില്ലാതെ അഭിമാനം കൊണ്ടിരിക്കാത്തവരായിട്ടുള്ള ഭക്തനും, മൗനിയും, അതായത് അധികം സംസാരിക്കാത്തതായിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധ്യാത്മികം, അതായത് എന്നും ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഭക്തന് മാത്രമേ ഇതിൻ്റെ ചില്ലകളും ഇതിൻ്റെ ഈ മരത്തെ ഛേദിച്ച്, അതായത് ഈ വൃക്ഷത്തെ ഛേദിച്ച് ഇതിൻ്റെ വേരുകൾ അന്വേഷിച്ച് അതിൻ്റെ വേരുകളുടെ ഉത്ഭവത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വേരുകളുടെ ഉത്ഭവം ഭഗവാൻ പറയുന്നു അതെൻ്റെ പരമമായ ധാമമാകുന്നു. അവിടെ എത്തിയവർ പിന്നീട് തിരിച്ചു വരുന്നില്ല. എന്നിട്ട് ഭഗവാന്റെ ധാമത്തെപ്പറ്റി ഭഗവാൻ അവിടെ ഇൻഡയറക്റ്റായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ പരമമായ ധാമത്തിൽ അവിടെ സൂര്യനോ ചന്ദ്രനോ പാവകനോ വെളിച്ചം വീശുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അവിടെ വെളിച്ചമില്ലെന്നാണോ? അവിടെ ഉറപ്പായിട്ടും വെളിച്ചമുണ്ട്. അതായത് നമ്മളുടെ ഭൂമിയിൽ വെളിച്ചം നമ്മൾക്ക് സൺലൈറ്റ് ആണ് കിട്ടുന്നത് അല്ലെങ്കിൽ മൂൺലൈറ്റ് ആണ് കിട്ടുന്നതെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ വെച്ചിട്ടല്ല നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഭഗവാന്റെ ധാമത്തെ. ഭഗവാന്റെ ധാമത്തിൽ വെളിച്ചമുണ്ടോയെന്ന് വെച്ചാൽ എന്തായാലും വെളിച്ചമുണ്ട്. അവിടെ സൂര്യൻ്റെയും വെളിച്ചമല്ല, ചന്ദ്രൻ്റെയും വെളിച്ചമല്ല. പാവകൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ പാവകനും അവിടെ വെളിച്ചം വീശുന്നില്ല. അപ്പോൾ അതാണ് ഭഗവാന്റെ പരമമായ ധാമം, അതായത് ഗോലോക വൃന്ദാവനം. അപ്പോൾ അവിടെ എത്തിയവർ തിരിച്ചു വരുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നു. എന്നിട്ട് ഭഗവാൻ പറയുന്നു എല്ലാ ജീവാത്മാക്കളും, നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ജീവാത്മാക്കളും എന്നിൽ നിന്ന് തന്നെ വന്നതാണ്. അപ്പം നമുക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് കാണാം, ഈ ജീവാത്മാവെല്ലാം പരമാത്മാവിൽ നിന്ന്, അതായത് ഭഗവാനിൽ നിന്ന് വിട്ടു വന്നതാണല്ലോ. അപ്പോൾ ഭഗവാൻ അതിന് അനുവദിച്ചുകൊണ്ടാണല്ലോ ഈ
ജീവാത്മാവ് വിട്ടുവരുന്നത്. അപ്പോൾ അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ അത്രയ്ക്ക് കരുണാമയനാണ് ഭഗവാൻ. അതായത് നമ്മളുടെ ചിന്തകൾക്കും അപ്പുറമാണ് ഭഗവാന്റെ കണ്ണൻ്റെ കരുണ എന്ന് പറയുന്നത്, നമ്മളുടെ ചിന്തകൾക്ക് അപ്പുറമാണ്. അപ്പോൾ കണ്ണൻ, അതായത് ഭഗവാൻ കൃഷ്ണൻ പരമാത്മാവ് എല്ലാ ജീവാത്മാക്കൾക്കും ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്, ഒരു മിനിമം സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അതായത് അതിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ആത്മാവ്, അപ്പം ജീവാത്മാവ് എന്താ ചെയ്യുന്നത്? ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയ വിഷയങ്ങളെയും അട്രാക്റ്റ് ചെയ്തിട്ട്, അതായത് ആ ജീവാത്മാവിന് എപ്പോഴോ തോന്നുകയാണ് നമുക്ക് ഇന്ന ലോകത്തിലൊന്ന് പോയാലോ എന്ന് തോന്നുന്ന ആ സമയത്ത്, അതായത് ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയ വിഷയങ്ങളെയും അങ്ങോട്ടേക്ക് അതിലേക്ക് ആകർഷിതരായിട്ട്, യോഗമായയുടെ ശക്തിയിലേക്ക് ആകർഷിതരായിട്ടാണ് നമ്മൾ ജന്മം എടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ ഇന്ദ്രിയങ്ങൾക്ക് അട്രാക്റ്റഡ് ആയി പോകുന്ന ഈ ജീവാത്മാവ് അങ്ങനെ ഇന്ദ്രിയങ്ങളെ തന്നെ അതിൻ്റെ സുഖം തന്നെ അനുഭവിച്ച് ദുഃഖം അനുഭവിക്കുന്നു എന്ന് ഭഗവാൻ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ജീവാത്മാവ് ഇതിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് ദുഃഖം അനുഭവിക്കാനാണ് പല ലോകങ്ങളിലും ജന്മമെടുക്കുന്നത്. പിന്നെ അതിൻ്റെ പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും ഒരു റേഷ്യോ അനുസരിച്ചിരിക്കും നമ്മൾക്ക് കിട്ടുന്ന സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ. അപ്പോൾ അതിനകത്ത് ആത്മാവെന്ന് പറയുമ്പോൾ, അതായത് ഒരു സ്വാമിജി ഒരു ടോക്കിൽ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. ആത്മാവെന്ന് പറയുമ്പോൾ, ജീവാത്മാവെന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസ്, അതായത് ഒരു ബാക്ടീരിയ, നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുന്ന ഒരു ബാക്ടീരിയയുടെ സൈസ് എന്ന് പറയുന്നത് എത്രയുണ്ടെന്ന് നമുക്കറിയാം. ആ ബാക്ടീരിയക്കകത്തിരിക്കുന്ന ജീവാത്മാവും അതായത് നമ്മളുടെ ബോഡിയിലിരിക്കുന്ന ജീവാത്മാവിനും ഒരേ സൈസാണ്. അതായത് ആത്മാവിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലമുടി നാലിൻ്റെ, അതായത് ഒരു തലമുടി നാല്, ഒരു ഹെയർ സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അറ്റത്തിന്, അതായത് നമ്മളുടെ തലമുടിയുടെ അറ്റത്തിനെ അതായത് 10,000 ഭാഗമായിട്ട് മുറിക്കുകയാണെങ്കിൽ, ഒന്ന് ഓർത്ത് നോക്കൂ, നമ്മളുടെ തലമുടി എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ചെറുതാണ്, അതിൻ്റെ അറ്റത്തിനെ 10,000 ഭേദിക്കുമ്പോൾ, അത് 10,000, അതിൻ്റെ 1/10,000, അതായത് 10,000 ഭാഗമായിട്ട് അതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗമാണ് ജീവാത്മാവിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ആ ജീവാത്മാവിന് ഇത്ര വലിപ്പമേ ഉള്ളതുകൊണ്ട് അതിന് ആ ഒരു ബാക്ടീരിയയ്ക്കും അത് തന്നെയാണ് ജീവാത്മാവ്, വലിയൊരു ജീവിക്കും നമ്മൾക്കും അത് തന്നെയാണ് ജീവാത്മാവ്. അപ്പോൾ ആത്മാവിന് അത്ര സൈസേ ഉള്ളൂ. അപ്പോൾ ആത്മാവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്കറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ, അതായത് നമ്മളുടെ കണ്ണ്, നമ്മളെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഹ്യൂമൻ ബോഡി ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് 3 ഡയമെൻഷൻ ഇമേജ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. 3 ഡയമെൻഷനിലുള്ള കാര്യങ്ങൾ, ഇമേജസ് മാത്രമേ നമ്മളുടെ ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്യത്തുള്ളൂ. അതായത് അത് ഭൗതികപരമായിട്ട്. ആധ്യാത്മിക ലോകത്തിലെത്തുമ്പോൾ ഡയമെൻഷൻസ് മാറും. അതായത് നമ്മൾ ഈ കാണുന്ന പോലത്തുള്ള ഡയമെൻഷൻസ് ആയിരിക്കില്ല ആധ്യാത്മിക ലോകത്തിലെത്തുമ്പോൾ ഡയമെൻഷൻസ് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആത്മാവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ ചില പേഷ്യൻസ് ഉണ്ട്, നമ്മൾ അവരെ എക്സ്പെക്റ്റ് ചെയ്യും. കാരണം ഇത്ര ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിൽ വരുന്ന ചില പേഷ്യൻസ് നമ്മൾ വിചാരിക്കും ഇവർ രക്ഷപ്പെടുമായിരിക്കും എന്ന് നമുക്ക് 100% കോൺഫിഡൻസ് കാണും. ഇവർ നമ്മൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടേക്കും എന്ന് നമ്മൾ കുറച്ച് പേഷ്യൻസിനെ വിചാരിക്കും. ചില പേഷ്യൻസ് ഉണ്ട്, നമ്മൾ തീരെ പ്രതീക്ഷ കാണത്തില്ല നമുക്ക്, അതായത് അവരെന്തായാലും മരിക്കും എന്ന് നമുക്ക് ഉറപ്പായിരിക്കും. കാരണം നമ്മളുടെ ആ ഒരു സിംറ്റം, പേഷ്യൻറ്റിൻ്റെ ബുദ്ധിമുട്ടും കാണുമ്പം നമുക്ക് ഉറപ്പായിരിക്കും അവർ മരിക്കും. പക്ഷേ നമ്മൾ മരിക്കുമെന്ന് വിചാരിക്കുന്ന പേഷ്യൻസ് അത്ഭുതകരമായി രക്ഷപ്പെടുകയും നമ്മൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്ന പേഷ്യൻസ് മരിച്ചു പോവുകയും ചെയ്യുന്ന അവസ്ഥ. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്. നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് മനുഷ്യരുടെ ബുദ്ധിയിൽ, മനുഷ്യരുടെ കണ്ടുപിടുത്തങ്ങളിലാണ് ഏറ്റവും വലുത് എന്ന് വിചാരിക്കുന്നത്. നമ്മളുടെ ബുദ്ധിയുടെ കുറവ് കൊണ്ടാണ് വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ പാരലൽ യൂണിവേഴ്സിനെ പറ്റിയിട്ടൊക്കെ നാസ റിസർച്ച് നടക്കുന്നുണ്ട്. അതായത് ഒരുപാട് യൂണിവേഴ്സുകൾ, ഒരേപോലെ ഒരുപാട് യൂണിവേഴ്സ് എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്നത്. ഭഗവാൻ അതിനകത്ത് പറയുന്നുണ്ട് അനേകായിരം പ്രപഞ്ചങ്ങളുണ്ട്, അനേകായിരം പ്രപഞ്ചങ്ങൾ ഭഗവാനിൽ നിന്നുണ്ടായിട്ടുണ്ട്. നമ്മൾ കാണുന്ന നമ്മളുടെ ഈ പ്രപഞ്ചം, നമ്മളുടെ ഭൂമി നിൽക്കുന്ന ഒന്ന് വേറെ, അതിൻ്റെ അപ്പുറത്ത് അനേകായിരം പ്രപഞ്ചങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇപ്പം ഭഗവാൻ ആത്മാവിനെ പറ്റിയിട്ട് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, അതായത് ഭൂമിയിൽ, അതായത് സൂര്യൻ്റെ പ്രകാശവും ഞാൻ തന്നെ, ചന്ദ്രൻ്റെ പ്രകാശവും ഞാൻ തന്നെയാണ്. ചന്ദ്രൻ്റെ പ്രകാശമായിട്ട് ഭൂമിയിലെ അതായത് ചെടികൾക്ക്, അതായത് നമ്മളുടെ ചെടികളെ പരിപോഷിപ്പിക്കുന്നതും ഞാൻ തന്നെ. അതായത് ഭഗവാൻ പറയാണ് ചന്ദ്രൻ്റെ പ്രകാശമായിട്ട് ചെടികളെ പരിപോഷിപ്പിക്കുന്നതും ഞാൻ തന്നെ. അപ്പോൾ നമ്മൾ ഓർക്കും, നമുക്കറിയാം സൺലൈറ്റ് എങ്ങനെയാണ്, സൂര്യൻ്റെ രശ്മികൾ എങ്ങനെയാണ് ഒരു ചെടിയെ പരിപോഷിപ്പിക്കുന്നതെന്ന് നമുക്കറിയാം. അതുപോലെ ചന്ദ്രൻ്റെ ലൈറ്റും, അതായത് നമ്മളുടെ മൂൺ ലൈറ്റിനും, അതായത് ചന്ദ്രനിൽ നിന്ന് വരുന്ന പ്രകാശത്തിനും ചെടികളിൽ വളരെയധികം സ്വാധീനമുണ്ട്. അപ്പോൾ അതിൻ്റെ ആർട്ടിക്കിൾസ് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അതായത് മൂൺ ലൈറ്റിന് നമ്മളുടെ അതായത് ഇപ്പം കുറച്ച് മെഡിസിനൽ പ്ലാന്റ് ആണെന്ന് വെച്ചോളൂ, ഔഷധ ഗുണങ്ങളുള്ള ഏതെങ്കിലും സസ്യം അല്ലെങ്കിൽ ഔഷധ ഗുണമില്ലാത്ത സസ്യമായിക്കോട്ടെ, ഏത് സസ്യത്തിൻ്റെ, അതായത് ഏത് പ്ലാന്റിൻ്റെയും അതിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ പരിപാലനത്തിനും ഏറ്റവും കൂടുതൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് വഹിക്കുന്നുണ്ട് മൂൺ ലൈറ്റ്, അതായത്
ചന്ദ്രൻ്റെ വെളിച്ചം നല്ല ഒരു റോള് വഹിക്കുന്നുണ്ട്. സൺലൈറ്റ് മാത്രമല്ല, ചന്ദ്രൻ്റെ വെളിച്ചത്തിനും അത്ര തന്നെ പ്രത്യേകതയുണ്ട്. അതായത് ചന്ദ്രൻ്റെ വെളിച്ചം വരുമ്പോഴാണ് അതിൻ്റെ അതായത് അതിനെന്തെങ്കിലും മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് കൂടുന്നത് ഈ ചന്ദ്രൻ്റെ പ്രകാശം ഏൽക്കുമ്പോഴാണ്. അതായത് നമ്മൾ ശരത് പൂർണിമയൊക്കെ ആഘോഷിക്കും. ആ സമയത്ത് ചന്ദ്രൻ്റെ ലൈറ്റിൽ വെച്ചിട്ടുള്ള പാല് അല്ലെങ്കിൽ പായസം നമ്മൾ കുടിക്കാറുണ്ട്, ആ രാത്രി മൊത്തം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, അങ്ങനെ ചന്ദ്രൻ്റെ പ്രകാശമായിട്ട് വന്ന് ചെടികളെ പരിപോഷിപ്പിക്കുന്നത് ഞാൻ തന്നെ. അപ്പോൾ അതായത് എല്ലാ വേദങ്ങളും വേദജ്ഞനും ഞാൻ തന്നെ, അതായത് വേദങ്ങളുടെ ഉത്ഭവവും ഞാൻ തന്നെ. അപ്പോൾ ഭഗവാൻ എന്തിനാണ് എപ്പോഴും ഇതെല്ലാം ഞാനാണെന്ന് പറയുന്നത്? നമുക്ക് ഭഗവാൻ തന്നെ പറഞ്ഞു തരികയാണ്. കാരണം ജീവാത്മാവ് എങ്ങനെയെങ്കിലും ഇത് അറിഞ്ഞിട്ട് ആധ്യാത്മിക ജ്ഞാനം നേരിട്ട് തിരിച്ചെത്തട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ ഇതൊക്കെ പറയുന്നത്. എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, ജീവികളിലെ ദഹനരസവും ഞാൻ തന്നെ. അപ്പോൾ നമുക്കറിയാം, നമ്മളുടെ ഫുഡ് ചെന്നിട്ട് നമ്മൾ ആഹാരം ചെന്നിട്ട് ദഹിക്കാൻ വേണ്ടിയിട്ട് HCl വേണം, അല്ലേ? ഹൈഡ്രോക്ലോറിക് ആസിഡ് വേണം. ആ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ വയറ്റിൽ നിന്ന് സെക്രീഷൻ വരുമ്പോഴാണ് നമ്മൾ കഴിക്കുന്ന ആഹാരമെല്ലാം ദഹിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, ജീവികളിലെ ദഹനരസവും ഞാൻ തന്നെ, ജീവികളിലെ ഓർമ്മശക്തിയും ഞാൻ തന്നെ, മറവിയും ഞാൻ തന്നെ. അപ്പം എന്തുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് മറവിയും ഞാൻ തന്നെ എന്ന് പറയുന്നത്? മറവി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്, അല്ലേ? നമ്മൾ കാര്യങ്ങൾ മറക്കുന്നതൊന്നും നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മൾ മറന്നു പോകുന്നത്, മറവി ഉണ്ടാവുക എന്ന് പറയുന്നത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, ഓർമ്മശക്തിയും ഞാൻ തന്നെ, മറവിയും ഞാൻ തന്നെ. അപ്പോൾ മറവി എന്ന് പറയുന്നത് ഭഗവാൻ അല്ല എന്നുണ്ടായിരുന്നെങ്കിൽ, അതായത് നമ്മൾക്കിപ്പം 10 വർഷം മുമ്പ് നമ്മളുടെ ഏതെങ്കിലും ഒരു റിലേറ്റീവോ നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും മരിച്ചു എന്ന് തന്നെ വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് വളരെ ദുഃഖകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം 10 വർഷം മുമ്പ് നടന്നു എന്നിരിക്കും. നമുക്ക് മറവി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ബ്രെയിനിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ 10 വർഷം മുമ്പ് നമ്മൾ സങ്കടപ്പെട്ട പോലെ തന്നെ നമ്മൾ ഇപ്പോഴും അതേ രീതിയിൽ സങ്കടപ്പെടും. അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങൾ നമ്മളുടെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. ആ 10 വർഷം മുമ്പ് എങ്ങനെയാണോ നമ്മൾ ഏത് ഇൻറ്റൻസിറ്റിയിലാണോ സങ്കടപ്പെട്ടത് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴും സങ്കടപ്പെടും. അപ്പോൾ ഭഗവാൻ പറയാണ്, മറവിയും ഞാൻ തന്നെ. അപ്പം മറവിയും കൃഷ്ണൻ തന്നെയാണ്, മറവിയും ഓർമ്മശക്തിയും ഞാൻ തന്നെ. അപ്പം ജീവികളുടെ ഓർമ്മശക്തിയും ഞാൻ തന്നെ, മറവിയും ഞാൻ തന്നെ, ദഹനരസവും ഞാൻ തന്നെ. അപ്പം ഭഗവാന്റെ കരുണയെ പറ്റി ഒന്ന് ഓർത്തു നോക്കൂ. ഇങ്ങനെ വിട്ടുപോയ ജീവാത്മാവ്, പരമാത്മാവിൽ നിന്ന് സ്വന്തമായി ഇന്ദ്രിയങ്ങളെ അട്രാക്ട് ചെയ്ത് വിട്ടുപോയ ജീവാത്മാവ് പോയിട്ടും ഭഗവാൻ ഇങ്ങനെ ഇത്രയും ഹെൽപ്പ് ചെയ്യുന്നു. അതായത് അവരെ മറക്കാൻ ഭഗവാൻ സഹായിക്കുന്നു, ഓർത്തു വെക്കാനായിട്ട് ഭഗവാൻ സഹായിക്കുന്നു. അവർ കഴിക്കുന്ന ആഹാരങ്ങൾ, അതായത് സാത്വികമല്ലാത്ത തമോ ഗുണമുള്ള ഭക്ഷണം കഴിച്ചാലും അത് ദഹിക്കാനുള്ള ദഹനരസമായിട്ടും ഭഗവാൻ നിൽക്കുന്നു. അപ്പം ഇതെല്ലാം ഭഗവാനാണ്. അപ്പോൾ അങ്ങനെയാണ്, അതായത് ജീവാത്മാവിനോട് അത്രയ്ക്ക് കരുണയാണ് ഭഗവാൻ അത്രയ്ക്കും കരുണാമയനാണ്, അത്രയ്ക്ക് കരുണയാണ് ഭഗവാനുള്ളത്. അപ്പോൾ എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, അതായത് ഈ വൃക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് ഭഗവാൻ ഇങ്ങോട്ട് പറഞ്ഞു വരുന്നത്. എന്നിട്ട് ഭഗവാൻ പറയുന്നു, അതായത് 2 തരം പുരുഷന്മാരുണ്ട്. അപ്പം പുരുഷോത്തമ യോഗമാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2 തരം പുരുഷന്മാർ എന്ന് പറയുമ്പോൾ തെറ്റുപറ്റുന്നതും തെറ്റുപറ്റാത്തതും. അതായത് തെറ്റുപറ്റുന്ന ആളുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്, തെറ്റുപറ്റുന്നതെന്ന് പറയുമ്പോൾ സകല ജീവജാലങ്ങളും തെറ്റുപറ്റുന്നതാണ്. ഇനി തെറ്റുപറ്റാത്തവയുണ്ട്. അപ്പോൾ അത് എന്താണ് തെറ്റുപറ്റാത്തവ? അതായത് ഞാൻ പറഞ്ഞ പോലെ ഈ നമ്മുടെ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ സൺ, മൂൺ എന്നൊക്കെ പറയുന്ന എല്ലാ സൂര്യൻ അല്ലെങ്കിൽ നമ്മളുടെ നക്ഷത്രങ്ങൾ, ഇവർക്കൊന്നും, അതായത് അവരെല്ലാം, അപ്പോൾ അതിനകത്ത് ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ എല്ലാ ഗ്രഹങ്ങളെയും ഉൾപ്പൂകി എൻ്റെ ശക്തിയാൽ ഞാൻ അവരെ ഭ്രമണപഥത്തിൽ നിർത്തുന്നു. അപ്പോൾ നിങ്ങൾ ഓർക്കും, ആ ഭ്രമണപഥത്തിൽ ഇത് തനിയെ കറങ്ങുന്നതല്ലേ എന്ന്. അതായത് നമ്മൾ ഒരു വാഹനം നമ്മൾ ഉണ്ടാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാഹനത്തെ പ്രവർത്തിപ്പിക്കാൻ, അതായത് ഓട്ടോമാറ്റിക് ആണെങ്കിലും അതിന് ഡ്രൈവർ ഇല്ലെങ്കിലും അതിനൊരു പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്യണം, അല്ലേ? അങ്ങനെ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യാൻ ഒരാൾ വേണം. അപ്പോൾ ഇതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നതെങ്കിലും അതായത് ഇവിടെ എനർജി ട്രാൻസ്മിഷനാണ് നടക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറയാണ്, ഞാൻ ഗ്രഹങ്ങളിൽ ഉൾപ്പൂകി എൻ്റെ ശക്തിയാൽ അതിനെ ഭ്രമണപഥത്തിൽ നിർത്തുന്നു. അപ്പം ഭഗവാൻ എന്ന് പറയുന്നത് നമുക്ക് സർവേശ്വരനാണ്, പരമാത്മാവാണ്, പ്രപഞ്ചത്തിൻ്റെ എല്ലാം ആധാരമാണ്. അപ്പോൾ ആ ഭഗവാന്റെ ശക്തിയാലാണ് ഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ നിൽക്കുന്നത്. അപ്പോഴും നമ്മൾ വീണ്ടും ഓർക്കും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഭഗവാനാണ്. അതായത് നമ്മളെല്ലാം ഭഗവാനാണ് എന്ന് ചിന്തിക്കാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് സംശയങ്ങൾ വരുന്നത്. അതായത് നമ്മൾക്കറിയാം, നമ്മൾ സൂര്യപ്രകാശത്തിൽ നിന്നും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ സൂര്യപ്രകാശത്തിൽ നിന്നും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം എന്ന് നേരത്തെ പറഞ്ഞിരുന്ന സമയത്തൊന്നും സോളാർ വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒരിക്കലും ഒരു സോളാർ പാനൽ എങ്ങനെയാണ് സൂര്യൻ്റെ സൂര്യൻ്റെ എനർജി എടുത്തിട്ട് എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി വരുന്നത് എന്ന് നമ്മളുടെ കണ്ണുകൊണ്ട് കാണുന്നില്ല. നമുക്കതിൻ്റെ പ്രവർത്തനവും അറിയത്തില്ല. എന്നാൽ നമ്മളൊരു സോളാർ പാനൽ അവിടെ ഇരിക്കുന്നു, നമ്മൾ ബൾബ് ഇടുമ്പോൾ അത് ബൾബ് കത്തുന്നു. പക്ഷേ എങ്ങനെയാണ് ഈ സോളാർ എനർജി ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്നുള്ളൊരു പ്രോസസ്സ് നമുക്കറിയില്ല. അതുപോലെ ഭഗവാനിലാണ് ഈ എനർജി എല്ലാം നിൽക്കുന്നത്. അപ്പോൾ ഗ്രഹങ്ങളിൽ ഉൾപ്പൂകി ഭഗവാൻ ഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ നിർത്തുന്നു എന്നും ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ കാണുന്ന എല്ലാ പ്രപഞ്ചത്തിൻ്റെയും ശക്തി പല രൂപത്തിൽ, അവിടെ ഒരു
എനർജി ട്രാൻസ്മിഷനാണ്. അപ്പം എല്ലാം ഒരു എനർജി ട്രാൻസ്മിഷൻ എന്നുള്ള രീതിയിൽ എടുക്കുവാണെങ്കിൽ അത് അതിൻ്റെ അൾട്ടിമേറ്റ് സയൻസ് തന്നെയാണ്. സയൻസ് ഇല്ല എന്ന് പറയുന്നവർക്ക് അത് അൾട്ടിമേറ്റ് സയൻസ് തന്നെയാണ്. അപ്പോൾ ഈ അതായത് പുരുഷോത്തമ യോഗത്തിൽ ഭഗവാൻ പറയുന്ന ഈ തെറ്റ് പറ്റാത്തവ എന്ന് പറയുന്നത് ഈ സൂര്യൻ, ചന്ദ്രൻ, ഈ പ്ലാനറ്റ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതാണ് തെറ്റ് പറ്റാത്തവ. തെറ്റ് പറ്റുന്നത് സകല ജീവജാലങ്ങളും തെറ്റുപറ്റുന്നതാണ്. അപ്പം ഇതിലൊന്നും പെടാതെ അനശ്വരമായതിൽ നിന്നും, അതായത് അനശ്വരമായതിനേക്കാളും ഉത്തമമായി നിൽക്കുന്ന, അപ്പോൾ ഒന്ന് ഓർക്കണം, അതിനേക്കാട്ടിലുമൊക്കെ ഭഗവാൻ അതിൻ്റെ ഒരു ഇത് അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനും മുകളിൽ നിൽക്കുന്നത് ആരാണോ അതാണ് പുരുഷോത്തമൻ. വേദങ്ങൾ എന്നെ പുരുഷോത്തമൻ എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, അപ്പം അർജുനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇപ്പം ഇതുമല്ല, അതായത് തെറ്റ് പറ്റാവുന്നതും തെറ്റ് പറ്റാത്തതും തമ്മിൽ രണ്ട് രീതിയിലുണ്ട്. അതിലൊന്നും പെടാതെ അനശ്വരമായി, അതായത് ഒരിക്കലും നശിക്കില്ല എന്ന് പറയുന്ന ഉത്തമമായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഉത്കൃഷ്ടമായിട്ടുള്ള ഇതിനെ വേദങ്ങൾ പറയുന്നത് പുരുഷോത്തമൻ. അതായത് ഞാൻ എൻ്റെ ശക്തിയാൽ 3 ലോകങ്ങളിലും, അതായത് 3 ലോകം എന്ന് പറയുമ്പോൾ ഭൗതികമായ ലോകം, നമ്മളുടെ മുകളിലേക്ക് 7 ഉപരിലോകം, താഴേക്ക് 7 പാതാളം പോലുള്ള 7 ലോകങ്ങൾ, അങ്ങനെ എൻ്റെ ശക്തിയാൽ, അങ്ങനെ കുറേ പ്രപഞ്ചങ്ങൾ, അങ്ങനെ എൻ്റെ ശക്തിയാൽ ഞാൻ 3 ലോകങ്ങളിലും ഭരിക്കുന്നു എന്ന് ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ, ഇത്ര ശക്തിയുള്ള ഭഗവാൻ. അപ്പം ഭഗവാനിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇത്രയും കേട്ടപ്പോൾ ഭഗവാന്റെ ശക്തി നമുക്ക് അറിയാവുന്നതാണ്. അപ്പം ഈ ശക്തിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് രാധാറാണിയാണ്. ഈ ഇത്രയും ശക്തി ഭഗവാനിൽ വരുന്നത് രാധാറാണിയിൽ നിന്നാണ് വരുന്നത്. നമുക്കറിയാം, കണ്ണൻ വൃന്ദാവനത്തിൽ നന്നായി കണ്ണൻ ഡാൻസ് ചെയ്യും, കണ്ണൻ ഓടക്കുഴൽ വായിക്കും. പക്ഷേ രാധാറാണി കണ്ണൻ ഡാൻസ് ചെയ്യുന്നതിനെക്കാട്ടിൽ 10 മടങ്ങ് വളരെ മനോഹരമായിട്ടാണ് രാധാറാണി നൃത്തം ചെയ്യുന്നത്. അതുപോലെ അതിനെക്കാട്ടി മനോഹരമായിട്ടാണ് രാധാറാണി ഓടക്കുഴൽ വായിക്കുന്നത്. അപ്പോൾ പുരുഷോത്തമ യോഗത്തിൽ ഭഗവാൻ അങ്ങനെ പറഞ്ഞു നിർത്തുന്നു. അപ്പം ഇത്രയും ശക്തിശാലിയായിട്ടുള്ള ഭഗവാൻ കണ്ണൻ അതിനകത്ത്, എന്നിട്ടാണ് കണ്ണൻ ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയിലെ വൃന്ദാവനത്തിൽ വന്നിട്ട് ഒരു ഗോപാലകനായിട്ട് നിന്നപ്പോൾ ഭഗവാൻ ഓടക്കുഴൽ ഊതി അങ്ങനെ നിൽക്കുന്ന ഒരു ഭാവമായിട്ട് ഭഗവാൻ വരാൻ പറ്റി. അപ്പം അത്രയ്ക്ക് കരുണ ഉള്ളതുകൊണ്ടാണ് ഭഗവാന് ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു അവതാരം എടുത്ത് വരാനായിട്ട് ഉള്ള ഒരു ഇത് വന്നത്. അപ്പോൾ കണ്ണൻ്റെ ഓടക്കുഴലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, കണ്ണൻ്റെ ഓടക്കുഴൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഓടക്കുഴൽ സാധാരണ ഒരു മനുഷ്യൻ വായിച്ചാലും ഓടക്കുഴലിന് വളരെ മനോഹരമാണ് ഓടക്കുഴലിൻ്റെ സംഗീതം കേൾക്കാൻ. കണ്ണന് 3 തരത്തിലുള്ള ഓടക്കുഴലാണ് ഉള്ളത്. വേണു, രണ്ടാമത്തെ രീതിയിലുള്ള കണ്ണൻ്റെ ഓടക്കുഴലാണ് മുരളി, മൂന്നാമത്തേത് വംശി. അപ്പോൾ കണ്ണന് 3 ടൈപ്പ് ഓടക്കുഴലുണ്ട്. ഓടക്കുഴൽ എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് ഓടക്കുഴലും കണ്ണൻ പല സന്ദർഭത്തിലാണ് വായിക്കുന്നത്. അപ്പോൾ വേണു എന്ന് പറയുന്ന ഓടക്കുഴലാണ് ഏറ്റവും ചെറിയ ഓടക്കുഴൽ. അതിന് 6 ഇഞ്ചസ് 6 ഇഞ്ച് മാത്രമേ വേണു എന്ന് പറയുന്ന ഓടക്കുഴലിന് ലെങ്ത് ഉള്ളൂ. അതിനകത്ത് 6 സുഷിരങ്ങളാണുള്ളത്. വേണു എന്ന് പറയുന്ന ഓടക്കുഴലിന് 6 സുഷിരങ്ങളാണുള്ളത്. അപ്പോൾ ഇന്ന് ഏകാദശിയാണ്. അപ്പോൾ ഏകാദശി ദിനങ്ങളിലാണ് കണ്ണൻ വേണുനാദം പൊഴിക്കുന്നത്. അതായത് കണ്ണൻ വേണു എന്ന് പറയുന്ന ഓടക്കുഴൽ വായിക്കുന്നത് ഏകാദശി ദിനങ്ങളിലാണ് കണ്ണൻ വേണുനാദം വായിക്കുന്നത്. അപ്പോൾ ഈ വേണുനാദത്തിൻ്റെ പ്രത്യേകത എന്താണ്? കണ്ണൻ വേണുനാദം വായിക്കുന്ന സമയത്ത് വേദങ്ങളെല്ലാം കണ്ണൻ്റെ മുന്നിലേക്ക് വരും. ആ ശക്തിയാണ്, അതായത് വേണുനാദത്തിന് ഈ വേദങ്ങളെല്ലാം കണ്ണൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന ഒരു ശക്തിയാണ്. അപ്പം ഏകാദശി ദിനത്തിൽ കണ്ണൻ എന്തിനാണ് വേണുനാദം വായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുനികൾ, ഋഷികൾ, അങ്ങനെ ആധ്യാത്മിക ജ്ഞാനത്തെ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ കണ്ണൻ, അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഏകാദശി ദിനത്തിൽ വേണുനാദം കേൾക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ, നമ്മൾക്കും അത്ര ഭക്തി, ആ ലെവൽ, ആ ഒരു തലത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾക്കും ഏകാദശി ദിനത്തിൽ ചിലപ്പോൾ അത്ര ഭക്തിയോടുകൂടി കാതോർത്ത് കഴിഞ്ഞാൽ വേണുനാദം കേൾക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതാണ് കണ്ണൻ്റെ വേണു. രണ്ടാമത്തെ കണ്ണൻ്റെ ഓടക്കുഴലാണ് മുരളി. മുരളി എന്ന് പറയുന്ന കണ്ണൻ്റെ ഓടക്കുഴൽ അത് ഏറ്റവും വലുത്, അതായത് 18 ഇഞ്ചാണ് മുരളി എന്ന് പറയുന്ന ഓടക്കുഴലിൻ്റെ നീളം. അപ്പോൾ മുരളി എപ്പോഴാണ് കണ്ണൻ, മുരളി എന്ന് പറയുന്ന ഓടക്കുഴൽ എപ്പോഴാണ് കണ്ണന്, അതെപ്പോഴാണ് കണ്ണൻ അതിൻ്റെ നാദം ഉണ്ടാക്കുന്നത്? അതായത് പ്രളയകാലം, അതായത് പ്രളയം വരുന്ന സമയത്താണ് കണ്ണൻ മുരളീനാദം വായിക്കുള്ളൂ. അപ്പം പ്രളയം വരുമ്പോൾ കണ്ണൻ എന്തിനാണ് മുരളീനാദം വായിക്കുന്നത്? അതായത് കണ്ണൻ്റെ ഭക്തരായിട്ടുള്ള ആളുകൾ, പ്രളയം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പ്രളയമല്ല, നമ്മൾ കാണുന്ന പോലത്തെ ഫ്ലഡ് അല്ല. ഈ മഹാപ്രളയം എന്ന് പറയുന്നത് ഉപരിലോകങ്ങളിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്ന പ്രളയമാണ്. അതായത് ബ്രഹ്മലോകം വരെ വരുന്ന പ്രളയമാണ് മഹാപ്രളയം എന്ന് പറയുന്നത്. അപ്പോൾ പ്രളയകാലത്തിലാണ് ഭഗവാൻ മുരളീനാദം വായിക്കുന്നത്. അപ്പോൾ ഈ മുരളിക്ക് 18 ഇഞ്ചാണ് അതിൻ്റെ ലെങ്ത്. പക്ഷേ അതിനകത്ത് 5 സുഷിരങ്ങളേ ഉള്ളൂ. ഭഗവാന്റെ മുരളി എന്ന് പറയുന്ന ഓടക്കുഴലിനകത്ത് 5 സുഷിരങ്ങൾ
സുഷിരങ്ങളേ ഉള്ളൂ, 18 ഇഞ്ച് അതിൻ്റെ ലെങ്താണ്. അപ്പോൾ അപ്പോഴാണ് അതായത് മുരളീനാദം കേൾക്കുമ്പോൾ ഭക്തരുടെ മനസ്സിലെ എല്ലാ ശത്രുതകളും നശിച്ചു പോകും. അങ്ങനെ ഭക്തർക്ക്, കണ്ണൻ്റെ ഭക്തരായിട്ടുള്ള ആളുകൾക്ക് ശത്രുക്കളുണ്ടെങ്കിൽ ശത്രുവിൻ്റെ നാശമാണ് മുരളീനാദം പൊഴിക്കുമ്പോൾ. അപ്പം മുരളീനാദം പൊഴിക്കുന്നത് ശത്രുവിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തിയാണ് കണ്ണൻ്റെ മുരളീനാദത്തിനുള്ളത്. അത് പ്രളയകാലത്തിൽ മാത്രമേ കണ്ണനത് വായിക്കുകയുള്ളൂ. ഇനി കണ്ണൻ്റെ മൂന്നാമത്തെ ടൈപ്പ് ഓടക്കുഴലാണ് വംശി. വംശിയുടെ നീളം എന്ന് പറയുന്നത് 15 ഇഞ്ചാണ് വംശിയുടെ നീളം. അപ്പം വംശി എന്ന് പറയുന്ന ഓടക്കുഴലിൽ 9 സുഷിരങ്ങളാണുള്ളത്. അപ്പോൾ വംശി എന്ന് പറയുന്ന ഓടക്കുഴൽ കണ്ണൻ എവിടെയാണ്? ഗോലോക വൃന്ദാവനത്തിൽ വായിക്കുന്ന ഓടക്കുഴലാണ് വംശി. ഇതേ വംശി തന്നെയാണ് ഭഗവാൻ വൃന്ദാവനത്തിൽ, ഭൂമിയിലെ വൃന്ദാവനത്തിലും ഭഗവാൻ ഇതേ ഓടക്കുഴലാണ് വായിച്ചിരുന്നത്. അപ്പോൾ ഭഗവാൻ ഈ വംശീനാദം വായിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും സാധാരണ ഒരു ഓടക്കുഴലിൻ്റെ ഇതുപോലെയല്ല. കണ്ണൻ ഓടക്കുഴൽ വായിക്കുമ്പോൾ അത് 4 ദിക്കിലും അതിൻ്റെ പ്രകമ്പനം വരും. പ്രകമ്പനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭയപ്പെടുത്തുന്ന ഒരു പ്രകമ്പനമല്ല, മനോഹരമായിട്ടുള്ള സംഗീതം വന്നിട്ട് അതിൻ്റെ വൈബ്രേഷൻ 4 ദിക്കിലും വരുന്ന രീതിയിലാണ് ഭഗവാന്റെ വംശീനാദം കേൾക്കുന്നത്. അപ്പോൾ ഈ 4 ദിക്കിലും വരുന്നതും ഈ 4 ദിക്കിൽ പോകുന്നതും 3 ലോകങ്ങളിലും എത്തും. ഈ വംശീനാദം 3 ലോകങ്ങളിലും എത്തും. അപ്പോൾ ആ വംശീനാദം കേൾക്കുമ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നിശ്ചലമാകും, നിശ്ചലമായിട്ട് നിൽക്കുന്നതെല്ലാം ചലിച്ചു തുടങ്ങും. അതായത് ഇപ്പോൾ ഒരു വൃക്ഷം അത് വൃക്ഷത്തിൻ്റെ ഇലകൾ കാറ്റടിക്കാതെ ചലിക്കാതെ നിൽക്കുകയാണെങ്കിൽ ചലിക്കാതെ നിൽക്കുന്നതെല്ലാം ചലിക്കും, എന്നാൽ ചലിക്കുന്നതെല്ലാം നിശബ്ദമാകും കണ്ണൻ്റെ വംശീനാദം കേൾക്കുമ്പോൾ. അപ്പോൾ ആ വൃന്ദാവനത്തിൽ വായിച്ചിരുന്ന ഓടക്കുഴലാണ്, അതായത് ഗോലോക വൃന്ദാവനത്തിൽ കണ്ണൻ വായിക്കുന്ന വംശി തന്നെയാണ് കണ്ണൻ നമ്മളുടെ ഭൂമിയിലെ വൃന്ദാവനത്തിലും വായിച്ചിരുന്നത്. അപ്പോൾ ഈ ഗോപികമാർ, ഞാൻ പറഞ്ഞു സാധാരണ ആളുകളല്ല ഗോപികമാർ, രാധാറാണിയുടെ ഭാവമാണ് ഗോപികമാർ. അല്ലാതെ വൃന്ദാവനത്തിലുണ്ടായ ഒരു റാൻഡം ലേഡീസ് അല്ല ഗോപികമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും രാധാറാണിയുടെ ഭാവം തന്നെയാണ്. അപ്പം ഈ വംശീനാദം വായിക്കുമ്പോൾ അവർക്ക് ഗോലോക വൃന്ദാവനത്തിലെ വംശീനാദം ഓർമ്മ വരികയും അതിലേക്ക് എല്ലാവരും അട്രാക്റ്റഡ് ആവുകയും ചെയ്യും. അങ്ങനെയാണ് വംശീനാദം കേൾക്കാനായിട്ട് ഗോപികമാരെല്ലാം കണ്ണൻ്റെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ കണ്ണന് 3 തരത്തിലുള്ള ഓടക്കുഴലാണ് ഉള്ളത്. അത് പല സമയത്താണ് കണ്ണൻ വായിക്കുന്നത്. അതുപോലെ വൃന്ദാവനത്തിൽ കണ്ണൻ ഭൂമിയിൽ വന്ന സമയത്ത് കണ്ണൻ 2 രാഗത്തിലാണ് പ്രധാനമായിട്ടും, അതായത് ഗൗഡി രാഗം, ഗാർജരി രാഗം എന്ന് പറയും. 2 നോർത്ത് ഇന്ത്യൻ രാഗാസാണ്, വളരെ വളരെ പുരാതനമായിട്ടുള്ള 2 രാഗാസാണ്. അതായത് ഗാർജരി, അതായത് കണ്ണന് വേറെ രാഗം അറിയാൻ വയ്യാനിട്ടല്ല, പക്ഷേ മെയിനായിട്ട് ഭഗവാൻ ആ സമയത്ത്, അതായത് വൃന്ദാവനത്തിൽ വായിച്ചിരുന്ന 2 രാഗമാണ് ഗൗഡി രാഗം, ഗാർജരി രാഗം. അപ്പോൾ ഭഗവാൻ, അപ്പോൾ ഞാൻ ആ ഓടക്കുഴലിൻ്റെ കാര്യം പറയാനുള്ള കാരണം, ഇത്രയ്ക്ക് സർവശക്തനായ കണ്ണൻ ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് വൃന്ദാവനത്തിൽ വന്ന് ഗോപാലകനായിട്ട് നിന്നപ്പോൾ അങ്ങനെയുള്ള വംശി, അതായത് കണ്ണൻ്റെ ഓടക്കുഴൽ നിസ്സാരപ്പെട്ട ഒരു ഇതല്ല. അത്രയ്ക്ക് ലോകങ്ങളെ എല്ലാം പ്രകമ്പനം കൊള്ളിച്ച് എല്ലാവരെയും അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഓടക്കുഴൽ നാദമായിരുന്നു കണ്ണൻ. അപ്പോൾ ഇന്ന് ഏകാദശി ദിവസത്തിൽ കണ്ണൻ വായിക്കുന്നത് വേണുവാണ്. കണ്ണൻ ഏകാദശി ദിനങ്ങളിൽ വേണു എന്ന് പറയുന്ന ഓടക്കുഴലാണ് കണ്ണൻ വായിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ പ്രഭാഷണം, അതായത് ഭഗവത്ഗീതയിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്ന അധ്യായത്തിലെ 28ാമത്തെ ശ്ലോകം പറഞ്ഞുകൊണ്ട് ഞാനിത് നിർത്തുന്നു. അതായത് സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്വസ്യ വിനശ്യന്ത്യം യ പശ്യതി സ പശ്യതി എന്ന് പറഞ്ഞാൽ, ആരാണോ എല്ലാ ജീവജാലങ്ങളിലും ഒരുപോലെ ഇരിക്കുന്ന, ഒരുപോലെ കുടികൊള്ളുന്ന പരമാത്മാവിനെ ദർശിക്കുന്നത്, അതായത് അവർ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ അനശ്വരമായതിനെക്കാട്ടിലും ഉത്കൃഷ്ടമായിട്ടുള്ള അങ്ങനെ എല്ലാ ജീവികളിലും ഇരിക്കുന്ന പരമാത്മാവിനെ ആരാണോ ദർശിക്കുന്നത് അവർ യഥാർത്ഥത്തിൽ ദർശിക്കുന്നു. അതായത് നമ്മൾക്ക് എത്രത്തോളം കാലം നമ്മൾ ഒരു ജീവി, അതായത് ഇപ്പം മനുഷ്യരായിക്കോട്ടെ ഏത് ജീവജാലങ്ങളോ ആയിക്കോട്ടെ, നമ്മൾ അവരുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവിനെ എത്ര കാലത്തോളം നമുക്ക് ദർശിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഒന്നും ദർശിക്കുന്നില്ല. നമ്മൾ ഈ ഭൂമിയിലെ ഭൗതികപരമായിട്ടുള്ള യോഗമായയുടെ ഇൻഫ്ലുവൻസിൽ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ദർശിക്കുന്നത്. അപ്പം ഭഗവാൻ പറയുന്നത്, ആരാണോ ആ പരമാത്മാവിനെ ദർശിക്കാൻ കഴിയുന്നത് അവർ യഥാർത്ഥത്തിൽ ദർശിക്കുന്നു എന്ന് 28ാമത്തെ ശ്ലോകം, 13ാം അധ്യായത്തിലെ 28ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയാണ് ഇന്നിവിടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നേരം എനിക്കറിയില്ല, ഇവിടെയുള്ള ഭക്തർ, അതായത് ഗുരുവായൂർ വരുന്ന ഭക്തർ എന്ന് പറയുമ്പോൾ ഭക്തിയിൽ ഏറ്റവും, അതായത് വളരെ ഉയർന്ന തലങ്ങളിൽ നിൽക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റുകളുണ്ടാവും. അപ്പോൾ ഭഗവാനോട് ഞാൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നു, രാധാറാണി എന്നോട് ക്ഷമിക്കണം. അപ്പോൾ എൻ്റെ ബുദ്ധിക്കും എൻ്റെ വയസ്സിനും എൻ്റെ ഒരു അറിവിനും വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ എൻ്റെ പ്രഭാഷണമായിട്ട് പറഞ്ഞത്. അതിൽ തെറ്റുകളുണ്ടാവും. അപ്പം
എന്നെ കേട്ടിരിക്കുന്ന ഭക്തരും ഭഗവാനും എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറയുന്നു. എൻ്റെ പ്രഭാഷണത്തിന് എനിക്കറിയാം കുറച്ച് സ്പീഡ് കൂടുതലാണ്, ഈ ഒരു രീതിയിലാണ് ഞാൻ ശരിക്കും പ്രഭാഷണം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ രാധാറാണിയെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരാണോ രാധാറാണിയെ പറ്റി കേൾക്കാൻ ഭാഗ്യമുള്ളവർ, രാധാറാണിയെ പറ്റി ഒരു വരിയെങ്കിലും രാധാറാണിയുടെ ആ ഒരു ഭാവം മനസ്സിലാക്കാൻ ഭാഗ്യമുള്ളവർ, അവർക്ക് മാത്രമേ രാധാറാണിയെ പറ്റി ആര് സത്സംഗം പറഞ്ഞാലും പ്രഭാഷണം പറഞ്ഞാലും കേൾക്കാനുള്ള യോഗം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാൻ എന്നെ ഇതുവരെ ക്ഷമയോടുകൂടി കേട്ട എല്ലാ ഭക്തജനങ്ങൾക്കും കണ്ണനും രാധാറാണിക്കും ഞാൻ എൻ്റെ നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ. രാധേ രാധേ.